Yes, yes. Okay. Yeah. Yes, താങ്ക് യു സോ മച്ച്. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിലേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു, അതായത് ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ അല്ലെ. ആ ഒരു സെഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയാൻ താല്പര്യമുണ്ട്. ഇതുവരെ നിങ്ങൾ നമ്മളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസുകൾ ഓൾറെഡി ഷെയർ ചെയ്തു. പക്ഷെ എന്നാലും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ കാലിക്കറ്റ് പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പൊ ആ കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് ആരെങ്കിലും പങ്കെടുക്കാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. കുറച്ച് പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് മികച്ച റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മികച്ച രീതിയിലേക്ക് നല്ല രീതിയിലേക്കുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് ആവശ്യമാണ്. ഓക്കെ, ആ ഒരു കണ്ടിന്യൂസ് ലേണിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ഒത്തുകൂടുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന മറ്റൊരു പ്രോഗ്രാമും കൂടിയാണെന്ന് വെച്ചാൽ EFT എന്ന് പറയുന്ന ടൂള് നമ്മൾ പരിചയപ്പെടുക. അതിലൂടെ നമ്മളുടെ ലൈഫിൽ എന്ത് ചെയ്യുക, റിസൾട്ട് ഒരുപാട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്ന് പറയും. സോ EFT എന്ന് പറയുന്ന ടൂള് നമുക്ക് ഡെപ്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാലിക്കറ്റിൽ നമ്മളൊരു പ്രോഗ്രാം വെക്കുക. അപ്പൊ അവിടുത്തെ ഒരു മിനിമം ഹോട്ടൽ എക്സ്പെൻസ് കവർ ചെയ്ത് പോവുക എന്നുള്ളൊരു ചാർജ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക. കാലിക്കറ്റ് CP ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പ്രോഗ്രാം ഉണ്ടാവും. വരുന്ന 1-ാം തീയതിയാണ് പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹോപ്പ് യു വിൽ ബി ദർ. നിങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് എന്താ വെച്ചാൽ ഞാനും നമ്മുടെ ടീമും ഒക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ എത്ര പേർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും? ഒരു കാര്യം, മൈമുനത്ത് മാം എന്തായാലും പ്രോഗ്രാമിന് വരണം കാലിക്കറ്റ്. ഓക്കെ, അവിടെ ഉണ്ടാവില്ലേ? പ്രോഗ്രാമിന് എന്തായാലും വരണം. നിങ്ങൾ സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ എഴുതി വെച്ചിട്ട് ആ പ്രകാരം വരണ്ട്. ഓക്കെ, സ്ഥലത്തിന്റെ പേര് അതായത് സീ ക്വീൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ. സീ ക്വീൻ. സീ ക്വീൻ. അതായത് നിങ്ങളുടെ നമ്പർ, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് നമ്പർ അറിയോ? എന്റെ നമ്പർ അറിയാം. ഓക്കെ, നമ്പർ ഒന്ന് പറയാവോ? 9539. ഓക്കെ, ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ നമ്പർ 9539 99 91 0030. 99 95 39 99 95 39 91 0030. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഒരു കാര്യം ചെയ്യാം, എന്താ വെച്ചാല് ആ നമ്പറിലേക്ക് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നല്ലോ അതിനു മുൻപ്. അത് ഞാന് എനിക്കിവിടെ പെരിയിൽ ആരും ഉണ്ടെങ്കിൽ ഒരു ചെയ്തു തരലാണ്. എനിക്ക് ഇവിടെ പെരിയിൽ ആരും ഉണ്ടാകൂല, അതാണ്. കുട്ടികൾ വരുമ്പോ മാത്രമേ. ഇന്നിപ്പോ ഇവിടെ സംലിരിയാസ് ഇവിടെ ഉണ്ട്. ഇന്ന് കുട്ടിക്ക് സുഖമില്ലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓള് ഇവിടെ ഉണ്ട്. ഓള് 2 ദിവസത്തിന് വന്നതാണ്. 2 ദിവസം അങ്ങനെ വരുള്ളൂ, അല്ലാതെ ഇവിടെ വന്ന് നിൽക്കലില്ല ആരും. ശരി, അപ്പൊ അന്ന് എന്തായാലും പ്രോഗ്രാമിന് അവിടെ എത്തണം. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ടീമിനൊക്കെ നിങ്ങളുടെ നമ്പർ കൈമാറാം. അവര് സ്ഥലം, ലൊക്കേഷൻ, ഡീറ്റെയിൽസ് എന്താ വേണ്ടത് പറഞ്ഞാലും നിങ്ങൾ അവിടെ നിന്ന് നേരെ അവിടേക്ക് വരിക. പ്രോഗ്രാമിന് വരിക. കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ ഹോട്ടലുള്ളത്. കോഴിക്കോട് ബീച്ചിലാണ്. അപ്പൊ രാവിലെ ഒരു 9 മണിയാകുമ്പോഴേക്കും അവിടേക്ക് എത്താം. അപ്പം അവിടേക്ക് വരിക. ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റു. ഓക്കെ, ഡോണ്ട് വരി. ഓക്കെ, അപ്പൊ എന്തായാലും പ്രോഗ്രാമിലേക്ക് എന്തായാലും വരണം. അപ്പൊ ഇത് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കുറച്ച് പ്രയാസം, അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ മറ്റുള്ള ഒരുപാട് പേര് എന്താ വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. റഷീദ് നമ്മുടെ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേറെ ആരൊക്കെയാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്? എന്തായാലും എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഇന്ന് 25-ാം തീയതി, ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ പ്രോഗ്രാമിലേക്ക്. കാലിക്കറ്റ് പ്രോഗ്രാം ഇറ്റ് ഷുഡ് ബി എ സക്സസ്. നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം ആക്കി നമുക്കത് മാറ്റണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക, സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം. രാവിലെ 9 മണി മുതൽ വൈകിട്ട്
5 മണി വരെ നമ്മൾ ഈ പ്രോഗ്രാം ഉണ്ടാവും. അതിൽ നമ്മൾ ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പാണ്. അതായത് നമ്മളുടെ ട്രോമാസ് ഹീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ റിലേഷൻഷിപ്പ് ട്രോമ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെയിനോ സംഗതികളോ കാര്യങ്ങളോ അനുഭവങ്ങളോ ഉണ്ടായി നമ്മുടെ ലൈഫ് ഇപ്പോഴും അത് നിയന്ത്രിക്കുന്നുണ്ടാകും. അത് നമ്മൾ എന്താ വെച്ചാൽ ഹീൽ ചെയ്ത് കളയണം. അതേപോലെ തന്നെ നമ്മളിൽ അധികം ആൾക്കാരെന്ന് വെച്ചാൽ മറ്റു പല രീതിയിലുള്ള ട്രോമാസ് അനുഭവിച്ചിട്ടുണ്ടാകാം. അത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നിങ്ങൾ എല്ലാവരും വരണം. നമുക്ക് അലർജി പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാകാം. അതേപോലെ തന്നെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം. ശാരീരിക വേദനകളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ്. അപ്പൊ ആ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ശരീരം സ്ട്രെസ്, അത് നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ, ആ ഒരു വിഷമം, ആ ഒരു പ്രശ്നം, അതിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീൽ ചെയ്യപ്പെടുന്നത്. സോ വി ഷുഡ് ബി ഡൂയിങ് ദാറ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ എല്ലാ രീതിയിലും നിങ്ങൾ നല്ല രീതിയിലേക്ക് ഹീൽ ചെയ്ത് പുറത്തു വരാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തണം. അതിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാമിലേക്ക് എല്ലാവരും വരണം. ഓക്കെ, മറക്കരുത്. ഇറ്റ് ഷുഡ് ബി എ സക്സസ്. നല്ലൊരു പ്രോഗ്രാം ആക്കി നമുക്ക് മാറ്റിയെടുക്കണം. ഉണ്ടാവില്ലേ? എത്ര പേര് നമ്മളെ കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? എത്ര പേരിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് വെച്ചാൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, പങ്കെടുക്കണം എന്ന് ആഗ്രഹമുള്ളത്. സാബിറാമ, ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. പ്രോഗ്രാമിൽ വരുന്നുണ്ട്. ആൻഡ് റുബീന ഇസ് കമ്മിങ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ ആരൊക്കെയാ ഉള്ളത്? ഒന്ന് കമന്റ് ചെയ്യൂ. വേറെ ഹസീന, ഓക്കെ, ഹസീന വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ ആരൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്യോ? ഹലോ, ഒന്ന് കമന്റ് ചെയ്യൂ. ആരൊക്കെയാ? നൗഷാദ് വരുന്നുണ്ട്. പിന്നെ ആരാ ഇപ്പൊ സംസാരിക്കുന്ന? ആരാ പറഞ്ഞത്? ഉമർ ഖത്താബ് പ്രോഗ്രാം. ഉമർ ഖത്താബ് പ്രോഗ്രാമിന് വരുന്നുണ്ട്. വെരി ഗുഡ്. ആൻഡ് കമർജാൻ വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരൊക്കെയാണുള്ളത് പ്രോഗ്രാമിലേക്ക് വരുന്നത്? ഓക്കെ, മറിയം. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നിങ്ങൾക്ക് പങ്കെടുക്കുന്ന ആൾക്കാർക്ക്, പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ നമ്പറുകൾ ഇവിടെ കമന്റ് ചെയ്യുക. നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ വിളിക്കും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും എന്താ വെച്ചാൽ, അതുപോലെ ട്രെയിനർ നുസ്രത്ത് വരുന്നുണ്ട്. വെരി ഗുഡ്. ഗസ്ന, ഓക്കെ, യു ആർ കമ്മിങ്, ഫാന്റാസ്റ്റിക്, താങ്ക് യു സോ മച്ച്. സോ വിൽ മീറ്റ് ദേർ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇതേപോലെ ഓരോരുത്തരും, നമ്മുടെ ഗസ്ന ഓൾറെഡി നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളാണ് കേട്ടോ. 30 days പ്രോഗ്രാം. ഗസ്ന, ലൈക്ക് യുവർ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഷെയർ ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാർക്ക്, കൂടുതൽ ആൾക്കാർക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇതേപോലെ വേറെ ആരാണ് വരാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ സക്കീർ ഹുസൈൻ, ഞാൻ വരുന്നുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. എവിടെ സ്ഥലം? നമ്മുടെ ഇടവണ്ണ അല്ലേ? ഇടവണ്ണ. ഞാൻ യാത്രയിൽ അതുകൊണ്ടാ ക്യാമറയിൽ വരാത്തത്. ഓക്കെ. അപ്പം സക്കീർ ഹുസൈൻ സാഹിബ് വരുന്നുണ്ട്. പിന്നെ വേറെ ആരെങ്കിലും ഫാമിലി ആയിട്ട് വരുന്നുണ്ടോ? ഒരുമിച്ച് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഫാമിലി ആയിട്ട് ഒരുമിച്ച് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം. കാരണം ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും പ്രശ്നങ്ങൾ മനസ്സിലാകും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, ഒരുമിച്ച് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ചിന് ഇത് കാരണമാകും. സോ കം ടു ദ പ്രോഗ്രാമിൽ വരാതിരിക്കരുത്. വരണം എന്നുണ്ട്. ആഷിഫ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ആഷിഫ് വരുന്നുണ്ട്. വേറെ ആരാണ്? അജ്വ ഫാത്തിമ, വെരി ഗുഡ്, അജ്വ ഫാത്തിമ, താങ്ക് യു. ഫ്രണ്ട്സിന്റെ കൂടെ കമർജാൻ വരുന്നു, താങ്ക് യു. ഓക്കെ, അജ്വ ഫാത്തിമ വരുന്നുണ്ട്. ഓക്കെ, ഫാന്റാസ്റ്റിക്. ഇനി ആരുള്ളത്? ഇതൊരു അവസരമായിട്ട് കാണുക. നമ്മുടെ മീറ്റപ്പ് ആണ്, അവസരമായിട്ട് കാണുക. എന്തായാലും വരണം. പിന്നെ രൂപേഷ് സാറ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ആരൊക്കെയാണ് വരുന്നത്? സോ ഹോപ്പ് മെനി പീപ്പിൾ വിൽ ബി ദേർ. അവസരമായിട്ട് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ അതിൽ പങ്കെടുത്തിട്ട് ആ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. സോ നമ്മൾ അനുഭവിക്കുന്ന, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? ഇപ്പോ ഒരു വിഷമാവസ്ഥയിലൂടെയോ പ്രശ്നങ്ങളിലൂടെയോ പ്രയാസങ്ങളിലൂടെ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം, ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം, മോർണിംഗ് സെഷനിലൂടെ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആശയങ്ങളും അറിവുകളും ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ നല്ല രീതിയിലേക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ?
ഉണ്ടെങ്കിൽ എന്തായാലും ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ? അസുഖങ്ങളാവാം, അതല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാവാം, അതല്ലെങ്കിൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാവാം, ലൈക്ക് റിലേഷൻഷിപ്പ്, അതായത് ഫാമിലി, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാവാം, മക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാവാം. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് തെറാപ്പി വേണമെന്ന് പറഞ്ഞിട്ട് അവർ കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ട്. ജാസ്മിറ ബേബി എന്ന് പറഞ്ഞവരുടെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരാൾ പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ഇതേപോലെ ആരെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ? മറിയം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സോ മറിയം മാം എന്തായാലും പ്രോഗ്രാമിലേക്ക് വരുന്നുണ്ടല്ലോ. സോ അതുകൊണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പ്രോഗ്രാമിലേക്ക് വരിക. പിന്നെ ബിസിനസ്സിൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നവരുണ്ടാകാം, പല രീതിയിലായിരിക്കാം. എന്ത് തന്നെയാണ് എങ്കിലും അത് നമുക്കെന്ത് വെച്ചാൽ പരിഹരിക്കാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാണണം. ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. കം ടു ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് എന്ത് ചെയ്യണം, ഇത് കാണണം. സോ ദിസ് ഈസ് എ ചാൻസ്, പ്ലീസ് യൂസ് ഇറ്റ്. നമുക്ക് എന്താ വെച്ചാൽ ഒരു ചാൻസ് ആണ്. നമുക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, നല്ല രീതിയിലേക്ക്. അപ്പം പറഞ്ഞതുപോലെ ഇനി ഇന്ന് എന്താ നമ്മൾ സംസാരിക്കുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിന്റെ കുറച്ചുകൂടെ അടുത്ത ഡെപ്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആർ യു റെഡി? ഓക്കെ. കംഫർട്ട് സോൺ നമുക്ക് എന്താ വെച്ചാൽ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് എന്തൊക്കെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. അതിനേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോ പറഞ്ഞതുപോലെ ഇന്നത്തെ മോർണിംഗ് സെഷനിൽ 1 മിനിറ്റ് ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ. ഓക്കെ, നമ്മൾ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാവോ? യെസ് ഓർ നോ ഒന്ന് പറയാവോ? കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഗിവ് മീ തംസ് അപ്പ്. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പഠിച്ചത് അല്ലെ? ഗ്രോത്ത് റിങ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ? എന്താണ് ഗ്രോത്ത് റിങ്സ്? നമ്മൾ വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ്, എപ്പോഴാണ് നമുക്ക് എപ്പോഴും വളർച്ച നൽകുന്നത്? നമ്മൾ കെയോസ് എന്ന് പറയുന്ന അവസ്ഥ പഠിച്ചു, കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന അവസ്ഥ പഠിച്ചു. അതിൽ കോംപ്ലക്സിറ്റിയിലാണ് നമ്മൾ എപ്പോഴും നിൽക്കേണ്ടതെന്ന് പഠിച്ചു. ഓർഡർ എന്ന് പറയുന്ന അവസ്ഥയുണ്ട്, അത് നമ്മൾ പഠിച്ചു. ദെൻ വി ഹാവ് ലേൺഡ് സ്റ്റാഗ്നേഷൻ. അതിൽ കോംപ്ലക്സിറ്റിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താണ്? an unpredictable environment where the outcome is unknown. നമുക്കെന്താ വെച്ചാൽ കോംപ്ലക്സിറ്റിയിൽ എന്താണ്? അൺപ്രഡിക്റ്റബിൾ എൻവയൺമെന്റ് ആണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ആവുന്നവരാണ് വളരുന്നത്. ഗ്രോത്ത് ഹാപ്പൻസ് വെൻ ഓർഡർ ഈസ് ചേഞ്ച്ഡ് ഓർ ചലഞ്ച്. ഓർഡർ എന്ന് പറയുന്ന ഗ്രോത്ത് റിങ് ചലഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും, കോംപ്ലക്സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോഴാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നത്. അറ്റ് ദ സെയിം ടൈം കോംപ്ലക്സിറ്റി ഈസ് ബെസ്റ്റ് when it doesn't snowball into chaos. കെയോസിലേക്ക് പോവാതിരിക്കുകയും എന്നാൽ ഓർഡർ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് വെച്ചാൽ കോംപ്ലക്സിറ്റി. അറിയാലോ, പുതുതായിട്ട് വന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒന്ന് കേട്ട് നോക്കുക, അപ്പൊ മനസ്സിലാവും. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് 1 or 2 പ്രാവശ്യം പോയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആണ്. So some people feel uncomfortable in the complex ring because complexity brings unpredictable situation and experience. അതായത് ചില ആൾക്കാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോംപ്ലക്സിറ്റി റിങ് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അതാണ് അൺകംഫർട്ടബിൾ സോൺ. അവിടെയാണ് വിജയമുള്ളത്, അവിടെയാണ് ചലഞ്ചസ് ഉള്ളത്, അവിടെയാണ് പ്രതിസന്ധികൾ ഉള്ളത്, പ്രശ്നങ്ങളുള്ളത്. പക്ഷെ പ്രതിസന്ധികളുള്ളിടത്താണ് നമ്മൾ ഗ്രോ ചെയ്യുകയുള്ളൂ. അവിടെ ഉണ്ടാക്കുന്ന സ്ട്രെസ്സിലൂടെ, പ്രശ്നത്തിലൂടെ, പ്രയാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വി ബിക്കം ബെറ്റർ. സോ റോയ് ടി ബെന്നറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ബുക്കിൽ പറയുന്നത് ലൈറ്റ് ഇൻ ദ മനസ്സിലാകുന്നുണ്ട്. ആ ഒരു ബുക്കിൽ അദ്ദേഹം പറയുന്നത് ലൈറ്റ് ഇൻ ദ ഹാർട്ട് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നത് ഡു നോട്ട് ലൈ യുവർ സെൽഫ്. നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങളോട് കളവ് പറയരുത്. We have to be honest about what we want and take risk rather than lie to ourselves and make excuses to stay in the comfort zone. അതായത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകം എന്താ വെച്ചാൽ നമ്മൾ സത്യസന്ധരാവണം. about what we want. നമുക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച്.
നമുക്കത് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ആ ലൈഫ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വി ഹാവ് ടു ബി ബ്ലഡി ഹോണസ്റ്റ് ആൻഡ് ടേക്ക് റിസ്ക്. ഹോണസ്റ്റി എന്താണ്? സത്യസന്ധത. നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട റിസ്കുകൾ നമ്മൾ എടുത്തേ പറ്റൂ. റാദർ ദാൻ ലൈ ടു അവർസെൽഫ്, നമ്മളോട് കളവ് പറയുന്നതിന് പകരം, കളവ് പറഞ്ഞിട്ട് എന്താ ചെയ്യാം? എക്സ്ക്യൂസസ് നമ്മൾ പറയും. ടു സ്റ്റേ ഇൻ അവർ കംഫർട്ട് സോൺ. നമ്മുടെ കംഫർട്ട് സോണിൽ സ്റ്റേ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലധികം ആൾക്കാരും കളവ് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് എന്താവരുത്, സംഭവിക്കരുത്. ഓക്കെ. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു സംഗതിയാണ്, ദ കംഫർട്ട് സോൺ ഇസ് എ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഇൻ വിച്ച് വൺ പേഴ്സൺ ഫീൽസ് ഫെമിലിയർ, സേഫ്, അറ്റ് ഈസ് ആൻഡ് സെക്യൂർ. കംഫർട്ട് സോൺ എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മുടെ കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സുഖകരമായ അവസ്ഥ, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ. നമ്മൾ റിസ്ക് എടുക്കണം, നമ്മൾ റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. വി ആർ നോട്ട് ടേക്കിംഗ് റിസ്ക്. അങ്ങനെ റിസ്ക് എടുക്കാതെ നിൽക്കുന്ന ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ്. നമ്മൾ തന്നെ നമ്മൾ കഥ പറഞ്ഞ് നമ്മളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവസ്ഥയാണ്. യു നെവർ ചേഞ്ച് യുവർ ലൈഫ് അണ്ടിൽ യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. അദ്ദേഹം പറയുന്നു, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാത്തിടത്തോളം കാലം ഒരിക്കലും നമ്മൾ വിജയിക്കില്ല. ചേഞ്ച് ബിഗിൻസ് അറ്റ് ദ എൻഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. മാറ്റമുണ്ടാകുന്നത്, മാറ്റം ആരംഭിക്കുന്നത് നമ്മളുടെ കംഫർട്ട് സോണിന് പുറത്തു പോകുമ്പോഴാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇതെല്ലാം. മാറ്റം തുടങ്ങുന്നത് എപ്പോഴാണ്? നമ്മുടെ കംഫർട്ട് സോൺ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് പുറത്ത് കിടക്കും. അപ്പൊ അവിടെ എന്തുണ്ടാകും? കുറച്ച് ചലഞ്ചസ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് ഓക്കെ, യു ഗെറ്റ് ഔട്ട്. ഗ്രോ ചെയ്യണോ, വളരണോ, റിസ്ക് എടുത്തേ പറ്റൂ. എന്താണ് ഈ റിസ്ക് എടുക്കല്? യാത്ര ചെയ്യല് റിസ്ക് എടുക്കലാണ്. പുതിയ അവസരങ്ങൾ തേടിപ്പോകല് റിസ്ക് എടുക്കലാണ്. പുതിയ തീരുമാനങ്ങൾ എടുക്കല് റിസ്ക് എടുക്കലാണ്. ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യല് റിസ്ക് എടുക്കലാണ്. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യല് റിസ്ക് എടുക്കലാണ്. റിസൾട്ട് കിട്ടും, പക്ഷെ ബുദ്ധിമുട്ടാണ്, പക്ഷെ ചെയ്യാൻ തയ്യാറാണ്. അതാണ് ബ്രേക്കിംഗ് ദ കംഫർട്ട് സോൺ. മനസ്സിലായോ? അതായത് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ പരിചയമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇത്രയും കാലം ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കലാണ് എന്ന് വെച്ചാൽ കംഫർട്ട് സോണിൽ നിൽക്കൽ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കംഫർട്ട് സോൺ ആണ് ബിഗ്ഗസ്റ്റ് ഡേഞ്ചർ. നമ്മുടെ കംഫർട്ട് സോൺ ആണ് ബിഗ്ഗസ്റ്റ് ഡേഞ്ചർ. കംഫർട്ട് സോൺ ആണ് ഒരാളെ സ്റ്റക്കാക്കി കളയുന്നത്. കംഫർട്ട് സോൺ ആണ് ഒരാളെ വളരാതെ സ്റ്റക്കാക്കി നിർത്തുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ കംഫർട്ട് സോണിലാണോ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇന്നലെ നമ്മൾ ഈ ഡിസ്കഷന് ശേഷം നമ്മളുടെ കോഴ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരുമായിട്ടല്ല, ഏകദേശം ആഴ്ചയിൽ 3 ദിവസം നമ്മൾ ഒത്തുകൂടാറുണ്ട്. അപ്പൊ ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ് ഒത്തുകൂടുന്നത്. അതേപോലെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്നലെ ഒരു ഡിസ്കഷൻ വന്നു, സാറിപ്പോ ഇങ്ങനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിനെ പറ്റി ക്ലാസ് എടുക്കുന്നു. ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ലൈക്ക് ആദ്യം ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി, പൈസ ഏൺ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്ക് എൻ്റെ ഫാമിലി ലൈഫിലൊക്കെ പല കാര്യങ്ങളിലും ചലഞ്ചസ് വരാൻ തുടങ്ങി, കൂടുതൽ സ്ട്രെസ്സായി, അങ്ങനെ മാറി എന്ന് പറഞ്ഞു. കാരണം അതിന് കാരണമുണ്ട് പലതും. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത് വെച്ചാൽ നമ്മളത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും സാറ് ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ആ ചിന്തകൾ വന്നിട്ട് ഒരു കൺഫ്യൂഷൻ വരികയാണ്. ഞാൻ ജോലിക്ക് തന്നെ പോകണോ, അല്ലെങ്കിൽ എന്താ ഞാൻ ചെയ്യേണ്ടത്? ജോലിക്ക് തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോയി കഴിഞ്ഞു അപ്പൊ നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത്? കാരണം ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഞാൻ എന്താ ചെയ്യുക? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ ക്ലാസ് ജോലിക്ക് പോകണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ വെച്ചാൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ സ്ത്രീകളിൽ പലപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണത്. അപ്പൊ ഈ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ജോലിക്ക് പോവുക എന്നതിനർത്ഥമില്ല. നിങ്ങൾ വരുമാനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റിസ്ക് എടുക്കുക എന്നത് അതിനർത്ഥമില്ല. അതായത് ഒരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. അതായത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രണ്ടുപേരും ജോലിക്ക് പോകണം എന്നല്ല, രണ്ടുപേരും ഒരു ജോലി ചെയ്യണം എന്നല്ല. അതായത് രണ്ടുപേർക്കും രണ്ടേതായിട്ടുള്ള റോളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരാള് ഒരു ഓപ്ഷൻ പറയാം, പല മോഡലുണ്ട്. അതിലൊരു ഓപ്ഷൻ എന്ന് പറയും, ഒരു മോഡൽ എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു മോഡൽ. ഒരാൾ ജോലിക്ക് പോകുന്നു, മറ്റേ ആൾ എന്താ വെച്ചാൽ, കാരണം 2 കാര്യങ്ങൾ നമുക്കുണ്ട്. ഒരു പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരു റോളുണ്ട്. ഒരു ജീവിത പങ്കാളി എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഒരു ജീവിത പങ്കാളി ജോലിക്ക് പോകുന്നു, എന്നിട്ട് വരുമാനം കൊണ്ടുവരുന്നു, വീട്ടിലേക്കുള്ള അതിന്റെ അവിടുത്തെ ചെലവുകളെല്ലാം നോക്കുന്നു, കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്യുന്ന സംഗതികൾ ചെയ്യുന്നു. ഓക്കെ. വേറൊരാളെന്ന് പറയുന്നത് വീട്ടിലുള്ള
വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, സംഗതികൾ നോക്കുന്നു. ഇത് പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു, ഭക്ഷണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നു, പുരുഷന്മാർ ജോലിക്ക് പോകും. ഇതാണ് പൊതുവേ കാണുന്നത്. ഇത് ഇനി നേരെ തിരിച്ചായാലും കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. അത് രണ്ടുപേരും തീരുമാനിക്കുന്നതാണ് എങ്ങനെ വേണം. അത് സ്ത്രീകൾ ജോലിക്ക് പോയി വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല, സ്ത്രീകൾ ജോലിക്ക് പോകാം. പക്ഷേ ഇതിലൊരു പൊതുവെ അല്ലെങ്കിൽ നമുക്കൊന്ന് വെച്ചാൽ കുറച്ചുകൂടെ നോർമലി പുരുഷന്മാർക്ക് ജോലിക്ക് പോകാനും ജോലി ചെയ്യാനും ഉള്ള അവർ പ്രോബ്ലം ഫിക്സേഴ്സ് ആണ്. ഇപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമാനം കൊണ്ടുവരലും കാര്യങ്ങൾ നോക്കി ഉത്തരവാദിത്തത്തോട് നോക്കുന്ന ഒരു സംഗതിയുണ്ട്. രണ്ടുപേരും കൂടെ തീരുമാനിക്കുക, ഇങ്ങനെ ഒരു മോഡലിൽ വേണമെങ്കിൽ വയ്ക്കുക. അതല്ലെങ്കിൽ രണ്ടാമത്തെ മോഡൽ എന്താണ്, രണ്ടുപേർക്കും ജോലിക്ക് പോകാം, എന്നിട്ട് രണ്ടുപേരും വീട്ടിൽ വരുന്നു, രണ്ടുപേരും രണ്ട് കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയും ചെയ്യാം. അത് വീട്ടുകാര്യങ്ങളിലും രണ്ടാൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന അതിൽ. അപ്പൊ ഈ ജോലിക്ക് പോകുന്ന ഹസ്ബൻഡിനും തിരിച്ചു വന്നിട്ട് ചില വീട്ടുകാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാം, കാര്യങ്ങളിൽ ചെയ്യാം, ഡെഫിനറ്റ്ലി ചെയ്യാം. പക്ഷെ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരാളും അവിടെ തൃപ്തിയല്ലാത്തൊരവസ്ഥയിൽ ഉണ്ടാവും. ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ക്രിയേറ്റ്. അപ്പൊ റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ, കംഫർട്ട് സോണിന് പുറത്തു പോകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ജോലിക്ക് പോകണം അല്ലെങ്കിൽ സംഗതികൾ പോകണം എന്നല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് എന്താണോ ആ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ലൈഫ് ആണെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്താണോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് രണ്ടുപേരും കൂടെ ഇരുന്ന് ആലോചിക്കുക, പ്ലാൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, റോളുകൾ ഏറ്റെടുക്കുക. എന്തെല്ലാം റോളുകൾ ഞാൻ ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്യുക, റോള് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഗോൾ ഈസ് ടു ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. എനിക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് ഇങ്ങനെ ചെയ്യണം, അപ്പൊ മറ്റേ ആളും എനിക്ക് ഇത് ചെയ്യണം, എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല, ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു, ലൈക്ക് ഒരു 60, 70, 80 വർഷത്തോളം ഉള്ള ഒരു ബിസിനസ് പ്രോജക്റ്റിൽ രണ്ട് പാർട്ട്നേഴ്സ് ഒരുമിച്ച് വന്നിട്ട് ആ രണ്ടുപേരും കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് തുടങ്ങുകയാണ്. എന്നിട്ട് രണ്ടുപേരും പറയണം, ഞാൻ ആ പണി ചെയ്യില്ല, ഞാൻ ഈ പണി ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് മാത്രമാണ് ഇഷ്ടം, എനിക്ക് ഇങ്ങനെ പോകണം, എനിക്ക് ഇതന്നെ ചെയ്യണം. ഇങ്ങനെയാകുമ്പോൾ പ്രശ്നം സംഭവിക്കും. അവിടെ എന്താ വെച്ചാല് അവനവന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉഷാറായിട്ട് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന സ്കിൽ എന്താണ്. നമുക്ക് പലതിലും ആഗ്രഹങ്ങൾ ഉണ്ടാവും, പലതും ചെയ്യാൻ. പക്ഷെ അതൊക്കെ നമുക്ക് ശ്രമിക്കാം. പക്ഷെ നമ്മളുടെ ഹോൾ വിഷന്, അതായത് ബ്യൂട്ടിഫുൾ ഫാമിലി ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറയുന്ന വിഷൻ ഉണ്ടല്ലോ, ആ വിഷൻ തകരാതെ ആ വിഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ചില ഇഷ്ടങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ചില സംഗതികൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, സംഗതികൾ ചെയ്യേണ്ടി വരും. അപ്പൊ അത് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, രണ്ടുപേരും സഹിക്കേണ്ടി വരും. സോ എ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അത് രണ്ടുപേർക്കും അതിൽ റോൾ ഉണ്ട്. രണ്ടുപേരും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നറിയോ? ഒന്ന്, ഈ പറഞ്ഞ പോലെ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കണം, റോളുകൾ ഏറ്റെടുക്കണം. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന റോൾ ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, എനിക്ക് നാച്ചുറലി ആർക്ക് നമ്മൾ റോൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഡിസ്റ്റിങ്ക്ട് ഫോർട്ടെ എന്ന് പറയുന്ന റോളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഒരാൾ ഉഷാറായിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന റോൾ എന്താണ്, അയാൾ ആ റോൾ ഏറ്റെടുക്കും. രണ്ടാമത്തത്, അയാൾക്ക് ഇഷ്ടമുള്ള റോള്, അയാൾക്ക് ഇഷ്ടമാണ് ആ ജോലി ചെയ്യും, ആ റോൾ ഏറ്റെടുക്കുന്നത് ഇഷ്ടമാണ്. രണ്ടാമത്, നാച്ചുറലി അയാൾ അതിനുള്ള കഴിവുണ്ട്. മൂന്നാമത്തത്, അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ കഴിവുള്ള ഒരാളാണ്, ഇതിൽ അറിവുള്ള ഒരാളാണ്, ഇത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണ്. അപ്പൊ ചെയ്യാൻ കഴിയുന്ന റോളാണ് ഏറ്റെടുക്കേണ്ടത്, ചെയ്യാൻ താല്പര്യമുള്ള റോളാണ് ഏറ്റെടുക്കേണ്ടത്, ചെയ്യാൻ ഇഷ്ടമുള്ള റോളാണ് ഏറ്റെടുക്കേണ്ടത്, ചെയ്യാൻ സാധിക്കുന്ന റോളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്, അനുഭവ സമ്പത്തുള്ള റോളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു റോൾ ഏറ്റെടുക്കുക, റോളാണ്. രണ്ടാമത്തത്, സാക്രിഫൈസ്. നമ്മൾ ചിലത് വേണ്ടെന്ന് വെക്കേണ്ടി വരും. അപ്പൊ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്ന് വെച്ചാൽ രണ്ടുപേരും ചില കാര്യങ്ങൾ, ചില ഇഷ്ടങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് സംഗതികളൊക്കെ വെക്കേണ്ടി വരും. അപ്പൊ അത് ചിലപ്പം ഒരാൾക്ക് ചിലപ്പം ഈ ഒരു മോഡലിലാണോ ഞാൻ പറയുന്നത്, ഇതിങ്ങനെ തന്നെ പോകണം എന്നല്ല, ഇതൊരു മോഡലാണ് ഞാൻ പറയുന്നത്, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ്. രണ്ടുപേര് രണ്ട് റോളായിട്ട് എടുക്കുന്ന മോഡൽ, ഇതൊരു മോഡലാണ്. ഇതേപോലെ ഡിഫറെന്റ് മോഡൽസ്. അടുത്ത മോഡൽ എന്ന് അപ്പൊ ഈ മോഡലിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്ന മോഡൽ. ഇതൊരു പ്രൈമറി ഒരു എന്താ പറയുക, ഒരു വൺ മോഡലായിട്ട് നമുക്ക് എടുക്കും. അടുത്ത എന്താ വെച്ചാൽ
സാക്രിഫൈസ് ചെയ്യണം എന്ന് പറഞ്ഞു ഇഷ്ടങ്ങൾ ചിലപ്പോൾ മാറ്റി വയ്ക്കുക. അപ്പൊ അതിൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ജോലിക്ക് പോകാൻ താല്പര്യമുണ്ട്, പക്ഷെ ചിലപ്പോൾ നമുക്ക് അതിലേറെ നന്നായിട്ട് ഇപ്പം സമാധാനത്തിൽ ജീവിക്കാനും കാര്യങ്ങൾ ഈ ഫാമിലിയുടെ വിഷനും ഫാമിലിയുടെ ലൈഫും കൊണ്ടുപോകാൻ നല്ലത് ഈ റോള് ചൂസ് ചെയ്യുന്നതാണ് എന്ന് തീരുമാനിച്ചിട്ട് റോള് ചൂസ് ചെയ്യാം. എന്നിട്ട് അതിനിടയിൽ ഇടയ്ക്ക് കുറച്ച് സമയം കണ്ടെത്തി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഈ ഒരു വിഷൻ നശിക്കാതെ, നമ്മുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്ന വിഷൻ, നമ്മളുടെ ഈ ഒരു ഫാമിലി അടങ്ങിയിട്ടുള്ള ഫാമിലിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലൈഫ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു വലിയ വിഷൻ, ആ വലിയ ദൗത്യം, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ അതിന്റെ ആ വിഷൻ നഷ്ടപ്പെടാത്ത രൂപത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. ഇത് ഈ ഒരു മോഡലിലുള്ള സിസ്റ്റമാണ്. ഓക്കെ, അടുത്തത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ, ഫാമിലി ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം. നമ്മൾ അത് നമ്മുടെ റോൾ അനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കൊടുക്കേണ്ട ടൈം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാൻ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ടൈം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഈ ടൈമാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്ര ടൈം കൊടുക്കാൻ പറ്റും? അപ്പൊ ഇമോഷണൽ സപ്പോർട്ടിന് ടൈം വേണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് വിഷൻ ഉണ്ടെങ്കിൽ അതിന് ഇമോഷണൽ സപ്പോർട്ട്, മക്കൾക്ക് നല്ല ടൈം കൊടുക്കണം, ജീവിത പങ്കാളിക്ക് ടൈം കൊടുക്കണം, മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ടൈം കൊടുക്കണം. സോ ടൈം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഹിയർ. അപ്പൊ ആ ബ്യൂട്ടിഫുൾ ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ വിഷൻ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ നമുക്കും നമ്മൾ ടൈം കൊടുക്കണം. നമുക്ക് ടൈം കൊടുക്കണം. ഒരു മണിക്കൂർ, മിനിമം 1 മണിക്കൂറെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ടൈം വേണം. മറ്റുള്ളവർക്ക് ടൈം വേണം, മക്കൾക്ക് ടൈം വേണം, ജീവിത പങ്കാളിക്ക് ടൈം വേണം. ഇത് രണ്ടുപേരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ലൈഫാണ്. ഓക്കെ, ആൻഡ് അതിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, ബ്രെഡ് വിന്നറായി മാറുന്നു. അതായത് ഒരാൾ പ്രൊവൈഡർ റോളിലേക്ക് വരുന്നു, മറ്റൊരാൾ എന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡിലെ കാര്യങ്ങൾ വരുന്നു. രണ്ടുപേരും കൂടിയിട്ട് മക്കളുടെ കാര്യങ്ങൾ, ഫാമിലിയിലുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യങ്ങളിലേക്ക് വരുന്നു. അപ്പൊ ഒരാൾ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഈ മോഡലിൽ, മറ്റൊരാൾ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള റോളുകൾ ടേക്ക് കെയർ ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നു. അപ്പൊ രണ്ടുപേരും ബാലൻസ് ചെയ്യണം. ഒരാൾ ഈ റോള്, ഒരാൾ ഈ റോള്. അപ്പൊ ഇത് രണ്ട് റോളും രണ്ടുപേരും ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ടുപേർക്കും ബുദ്ധിമുട്ട് വരും. ഓക്കെ, രണ്ടുപേരും 2 റോളുകളും ചെയ്യുമ്പോൾ കുറച്ച് ചാലഞ്ചസ് വരും. അതിൽ ആർക്കാ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാം, ചിലപ്പോൾ മക്കൾക്ക് നല്ല സമയം കിട്ടാതെ പോകും. അതാണ് അടുത്ത മോഡൽ. അതിൽ ഇനി ഓരോ മോഡലും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ സാക്രിഫൈസ് ഉണ്ട്, ചാലഞ്ചസ് ഉണ്ട്. അപ്പൊ ഏറ്റവും ചാലഞ്ചസ് കുറഞ്ഞത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ബുദ്ധിപരമായ നീക്കം. അപ്പൊ അതെന്താ വെച്ചാൽ, അതായത് ഇപ്പൊ മക്കൾക്ക് കിട്ടേണ്ട സമയം കിട്ടാതെ വരുന്ന സിറ്റുവേഷൻ, ചിലപ്പോൾ രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ജോലിക്ക് പോകാം. അതൊരു ചോയ്സ് ആണ്, അതൊരു മോഡലാണ്. അപ്പോൾ മക്കളുടെ ടൈം പ്രോപ്പറായിട്ട് കിട്ടുമോ എന്നുള്ളത് നോക്കേണ്ടി വരും മക്കൾ ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ഇപ്പൊ പുതിയൊരു മോഡൽ വരുന്നതെന്ന് വെച്ചാൽ മക്കൾ വേണ്ട എന്ന് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല കേട്ടോ. ഇനിയിപ്പോ പുതിയ ഒരു തലമുറ വരുന്നതെന്ന് വെച്ചാല് ഈ പറഞ്ഞിരിക്കുന്ന പുതിയൊരു മെത്തേഡ് എന്ന് വെച്ചാല് കുട്ടികൾ വേണ്ട എന്ന് വെക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. കിഡ്സ് വേണ്ട. അപ്പൊ എന്താ വെച്ചാൽ ഇവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മോഡൽ. ഇവർ രണ്ടുപേരും എന്നിട്ട് രണ്ടുപേരും. ഇതൊന്നും നമ്മുടെ സൊസൈറ്റിയിൽ അപ്ലിക്കബിളേ അല്ല ഇപ്പോ. പക്ഷെ അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ജനറേഷനൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് കഴിഞ്ഞിട്ട് മക്കൾ മതി എന്ന് ചിന്തിക്കുന്ന സമയം കുറച്ചു കാലം. ഈവൻ മാരേജ് പോലും വളരെ കുറെ കഴിഞ്ഞിട്ട് മതി എന്നാണ് ഇപ്പൊ കുട്ടികളുടെ. വളരെ ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ മാരേജിലേക്കൊക്കെ അവര് വരുന്നത്. അതെ, അങ്ങനെ മതി. പിന്നെ വേണ്ട എന്നുള്ള രീതിയിൽ അത് കുറെ കഴിഞ്ഞിട്ട് മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവർക്കൊക്കെ പോകുന്നുണ്ട്. അതെ, അത്രയും അതെന്തോ ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ക്വാളിഫൈഡ് ആയ വ്യക്തികൾ തന്നെയാണ് ഇതെല്ലാം. അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ക്വാളിഫൈഡ് ആയ വ്യക്തികൾ തന്നെയാണ് ഇങ്ങനെ തീരുമാനിക്കുന്നത്. കാരണം 10-15 വർഷമായിട്ട് എൻ്റെ ഒരു വരുമാനമുണ്ട്. അവൻ ഹൈ സാലറിയിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഭാര്യ BBC ന്യൂസ് റിപ്പോർട്ടറാണ്. 15 വർഷമായിട്ട് അവർക്ക് മക്കള് വേണ്ട, അവര് യാത്രകൾ എൻജോയ് ചെയ്യണം എന്നാ പറയുന്നത്. തീർച്ചയായിട്ടും. സോ ദാറ്റ് ഈസ് അനദർ മോഡൽ. നമ്മൾ സ്വീകരിക്കണം എന്നില്ല, അത് സ്വീകരിക്കാൻ പറ്റുന്നവർക്ക് അത് സ്വീകരിക്കാം. ബിക്കോസ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സമാധാനത്തോടു കൂടി, ട്രോമ ഇല്ലാതെ, പ്രശ്നങ്ങളില്ലാതെ പോകണം. ഓക്കെ,
അത് അവർ സാക്രിഫൈസ് ചെയ്തത്, അവര് മക്കൾ വേണ്ട എന്നുള്ള ഒരു കാര്യം സാക്രിഫൈസ് ചെയ്തു. എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. അപ്പൊ മക്കൾ വേണ്ട എന്നുള്ളത് തെറ്റാണോ? ഇന്നത്തെ കാലത്ത് അത് ഒരിക്കലും നമുക്ക് മൊറാലിറ്റി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക, ധാർമ്മികത. തെറ്റാന്ന് നമുക്ക് പറയാം. ഇത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, ചോയ്സ് ആണ്. ചില ആൾക്കാരെന്ന് വെച്ചാൽ മാരേജ് വേണ്ട, സിംഗിൾ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ അത് അതിനെ എത്ര കണ്ട് എന്താ പറയാ, ഓരോന്നിനും അതിൻ്റെതായ മെന്റൽ ഹെൽത്ത് ചാലഞ്ചസും മറ്റുള്ള ചാലഞ്ചസും പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഏത് മോഡൽ ചൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഏറ്റവും രസകരമായ കാര്യം എന്താ പറയുക, നമ്മൾ ആരും ഒന്നും ചൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന അധികം ആൾക്കാരും ചൂസ് ചെയ്തതല്ല, ബൈ ചാൻസിൽ മാരേജിലേക്ക് വന്നതാണ്. ഏത് പാരന്റ്സ് പറഞ്ഞിട്ട് കെട്ടണം എന്ന് പറഞ്ഞു, കെട്ടാൻ സമയമായി, അങ്ങോട്ട് കെട്ടി. പിന്നെയാണ് അറിയുന്നത് എന്താ വെച്ചാൽ കുളത്തിലേക്ക് ചാടിയതിനു ശേഷം നീന്തം പഠിക്കാൻ തുടങ്ങി. റൈറ്റ്. ഇപ്പത്തെ തലമുറക്ക് അറ്റ്ലീസ്റ്റ് അതിനു മുൻപ് ആലോചിക്കാനുള്ള അവസരമെങ്കിലും ഉണ്ട്. അവർ ആലോചിക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ. കാരണം ഇത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം നിറഞ്ഞ പണിയാണ്, അല്ലേ? നമുക്കറിയാം നമ്മുടെ മക്കളെ വളർത്തുന്നതും സംഗതികളും ഒക്കെ. സോ 60-70 കൊല്ലം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണോ വേണ്ടയോ? കംഫർട്ട് സോൺ നന്നായിട്ട് ബ്രേക്ക് ആവുന്ന ഒരു പരിപാടിയാണ് എന്ത്, മാരേജ്, അല്ലെ? അപ്പൊ ആ കംഫർട്ട് സോണിൽ പക്ഷെ നമ്മൾ എന്തുണ്ടാവും, അവിടെ ഗ്രോ ചെയ്യും. അവിടെ ഗ്രോ ചെയ്ത് നമ്മൾ എന്താ വെച്ചാൽ ബെറ്റർ ആയിട്ട് വേറെ വരും. സോ അത് വേറെ ചാലഞ്ച്, അല്ലെ? അപ്പൊ ഇപ്പോഴത്തെ ഒരു മോഡൽ ഷുവർ. അപ്പൊ ഇങ്ങനെ എന്താ വെച്ചാൽ ഈ രൂപത്തിൽ ഓരോ മോഡൽ രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്താ വേണ്ടത് വെച്ചാൽ, പിന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ എന്ന് വെച്ചാൽ നേരത്തെ മാരേജ് ചെയ്ത ആൾക്കാരൊക്കെ ചിന്തിക്കുന്ന വെച്ചാൽ, ഒരു അന്തവും കുന്തവും വെക്കുന്നതിന് മുൻപ് കല്യാണം കഴിച്ചു, അപ്പൊ ഇനിയിപ്പോ എന്ത് പറയാനാ, മക്കളായി, ഇതിന്റെ പേരിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. ചിലർ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാം തെളിഞ്ഞു വന്നപ്പോഴും 10-35 വയസ്സായി, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, ഇപ്പോഴാ എല്ലാം തിരിയണത്. അപ്പൊ അതുകൊണ്ടാണ് എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ വൈകിട്ട് അവർക്ക് കുറെ കഴിഞ്ഞിട്ട് അവരുടെ ശരീരം പറയും അവർക്കൊരു ഫാമിലി വേണം, അവർക്കൊരു ഇത് വേണം. ആ സമയമാകുമ്പോഴേക്ക് അവർക്കൊരു തോന്നൽ, അവർക്ക് അതിന് പ്രിപ്പയർഡ് ആണ്, അവർ ഫൈനാൻഷ്യലി പ്രിപ്പയർഡ് ആണ്, അവരതിന് ഇന്റലക്ച്വലി പ്രിപ്പയർഡ് ആണ്, മെന്റലി പ്രിപ്പയർഡ് ആണ്, അതിന് വേണ്ടിയുള്ള അറിവും വിദ്യാഭ്യാസവും ഒക്കെ നേടി. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാരേജിന് മുൻപ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് മാരേജ് ക്ലാസ്സിനൊക്കെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഇനി തെരഞ്ഞെടുക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ എന്താ വെച്ചാൽ ഇനി മാരേജിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ചെയ്തിട്ടായിരിക്കും ഇനി ഇറങ്ങുന്നത്. കാരണം ഇതിനെപ്പറ്റി ഒക്കെയുള്ള ക്ലാസ്സുകളും അറിവുകളും ഇപ്പൊ അവൈലബിൾ ആണ്. നമ്മൾ തന്നെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ? എന്താണ്, മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ വിചാരിക്കുന്നത് മാരേജിന് മുൻപ് കൗൺസിലിങ്ങും ക്ലാസ്സുകളും കിട്ടിയിരുന്നെങ്കിൽ ഈ എന്തിലേക്കാണ് ഇറങ്ങുന്നത് എന്നുള്ളത് നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാമായിരുന്നു. ഇതൊന്നും അറിയാതാണ് ഇതിലേക്ക് എടുത്ത് അങ്ങ് ചാടിയത്. അപ്പം ഇതിന്റെ മധുരം മാത്രം കേട്ടിട്ട് ചാടിയത്. എന്നോട് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അവസാനം ഭർത്താവിന്റെ അടുത്ത് എത്തി. ഭർത്താവിന്റെ ഫാമിലി മെമ്പേഴ്സ്, ഒരു പെൺകുട്ടി പറഞ്ഞതാണ്, ഫാമിലിയിൽ നിന്ന് യാത്ര പോകാൻ സമ്മതിക്കില്ല. അപ്പൊ യാത്ര പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ കല്യാണം കഴിച്ചു നോക്കുമ്പോൾ ഭർത്താവ് യാത്ര കൊണ്ടുപോകുന്ന ഒരാളെയാണ്. അപ്പൊ എന്തായി, സകല പ്രതീക്ഷ എന്താകും, ആള് എന്നും ഡിപ്രഷനിലും ദുഃഖത്തിലും വിഷമത്തിലുമാണ്. ഒന്നും അറിഞ്ഞില്ല, ആരും എന്നോടൊന്നും പറഞ്ഞില്ല. ബിന്ദുമേമ എഴുതുന്നത്, ആരും ഒന്നും പറഞ്ഞില്ല, ആരും ഒന്നും അറിഞ്ഞില്ല, അറിയാതെയാണ് ഇതിലേക്ക് എത്തിയത്. അപ്പൊ ഇനി നമുക്ക് എന്താ വെച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക, എന്തായാലും ഇപ്പൊ എത്തി, ഇനിയിപ്പോ ഇത് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, അതിനെ കുറിച്ചൊക്കെ പഠിക്കാം. അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ സംഗതികൾ നമ്മൾ ട്രോമ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാന്നുള്ളതാണ്. പിന്നെ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മാരേജിന്റെ ഒരു സംഗതി അല്ലെങ്കിൽ ഫാമിലി ലൈഫിന്റെ സംഗതിയിലേക്ക് വരുമ്പോൾ കംഫർട്ട് സോൺ എന്തായാലും ബ്രേക്ക് ചെയ്യപ്പെടും. അപ്പൊ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലിക്ക് തന്നെ പോകണം എന്നില്ല. ഈ ചലഞ്ചുകളൊക്കെ ഏറ്റെടുക്കലും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യലാണ്. ഹീലിംഗ് ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യലാണ്. ഹീലിംഗ് പ്രോഗ്രാമിലേക്ക് വരല് ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യലാണ്. സ്വർണം അല്ലെ? ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നിടത്താണ് നമ്മൾ സമാധാനം കണ്ടത്. അവിടെ വന്നിട്ട് അത് കുറച്ച് പ്രയാസമാണ്. അതിലേക്ക് പേയ്മെന്റ് അടക്കണം, അതൊരു കംഫർട്ട് സോൺ. അതല്ലേ, ഫൈനാൻഷ്യലി റിസ്ക് എടുക്കണം, പേയ്മെന്റ് അടക്കണം, കോഴ്സിൽ ജോയിൻ ചെയ്യണം, ഇരിക്കണം, എന്നിട്ട് ഇരുന്നിട്ട് പഠിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, അതിരുന്നിട്ട് അപ്ലൈ ചെയ്യണം, തെറാപ്പി ചെയ്യണം, എല്ലാ ദിവസവും ഇരുന്ന് ചെയ്യണം. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യലാണ്. ഇതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യണം, കോഴിക്കോട്ടേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് യാത്ര ചെയ്യണം, പ്രോഗ്രാമിൽ വരണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരിക്കണം, സഹിച്ചിരിക്കണം. ആ ട്രോമ ലൈക്ക് ഹീലിംഗ് തുടങ്ങുമ്പോൾ അതിന്റെ ബോഡി പെയിൻ വരും, ബുദ്ധിമുട്ട് വരും, പ്രശ്നങ്ങൾ വരും. അതൊക്കെ സഹിച്ച് ഇരുന്ന് കരഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു സമാധാനമായി, റിലാക്സ് ആയി, ഫ്രീ ആയി, നിങ്ങൾ ആ ബ്രേക്ക് എടുത്തതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക. EFTയിലെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ വെച്ചാൽ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും.
അപ്പം ആ ഒരു ലെവലിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കും. അതിനുള്ള അവസരമാണ് പ്രോഗ്രാമിലേക്ക് എന്തായാലും വരണം. എന്നാലും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു സുഖമുണ്ട് അല്ലെ? ഒരു സുഖമുണ്ട്, സമാധാനമുണ്ട്. അത് തന്നെയാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താലുള്ള അവസ്ഥ. അപ്പം ഫാമിലി ലൈഫിലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഫാമിലി ഇല്ലെങ്കിൽ, മക്കളില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി നമ്മുടെ ജീവിതങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ വല്ലാത്ത ഒറ്റപ്പെടലുകളും. നമുക്ക് ട്രോമ സംഭവിക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത്, നമുക്ക് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്ന, ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് നമ്മൾ ഒറ്റപ്പെടലാണ്, ഒറ്റയ്ക്കായി പോകലാണ്. അപ്പൊ ആ ഒറ്റയ്ക്കായി പോകുന്ന അവസ്ഥയാണ് എന്താ വെച്ചാൽ ഏറ്റവും വലിയ ട്രോമ. സോ അതിൽ നിന്നാണ് നമ്മുടെ ട്രോമ എല്ലാം ഉണ്ടാകുന്നത്. ഓക്കെ, ഷമീഷ പറയുന്നു, ഐ ഹാവ് ബിൻ സഫറിങ് ഫ്രം അലർജീസ് ഫോർ 2 years. 2 വർഷമായിട്ട് സഫർ ചെയ്യുന്നു അലർജി കൊണ്ട്. ഐ ഹാവ് സീൻ മെനി ഡോക്ടേഴ്സ് ആൻഡ് ടേക്കിംഗ് ലോട്ട് ഓഫ് മെഡിസിൻ. After many tests, doctor could not find the cause of the allergy, and still there is no change in the allergy. And a few days ago, I saw your reels about psychosomatic diseases. Do you have psychosomatic diseases? സമീഹ ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, എനിക്ക് അലർജി ഉണ്ട്, കുറെ ആയിട്ട് പരിശോധിച്ചിട്ടുണ്ട്, മാറ്റങ്ങളൊന്നും കാണുന്നില്ല, പല മെഡിസിൻസും ഉപയോഗിച്ച് മാറ്റം കാണുന്നില്ല. കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ പറയുന്നു എന്താ വെച്ചാൽ, സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ അത് അലർജി ആയിരിക്കും. അതിന് സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ, അല്ലാതെ എന്താ പറയുക, ഒരു മാനസിക രോഗം എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് കാണേണ്ട ഒരു സംഗതിയല്ല. സ്ട്രെസ് നമ്മൾ അനുഭവിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു അസുഖമായിരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം മറ്റുള്ള മരുന്നുകൾ കഴിച്ചിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടോ, അല്ലെങ്കിൽ സ്കാനിങ് നടത്തിയിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെക്കിങ് സംഗതികളോ നടത്തിയിട്ടോ, ടെസ്റ്റുകൾ നടത്തിയിട്ടൊന്നും വലിയ പ്രത്യേകിച്ച് കാരണങ്ങൾ കാണുന്നില്ല ഇതുകൊണ്ടാണെന്നുള്ളത്. അതിനനുസരിച്ച് മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വേണ്ടത് എനർജി മെഡിസിനാണ്. ബട്ട് യു നീഡ് ഈസ് എനർജി മെഡിസിൻ. എനർജി മെഡിസിൻ എന്ന് പറയുന്നത് മനസ്സിന് നൽകുന്ന മരുന്നാണ്. നമ്മളുടെ സോള്, നമ്മുടെ ട്രോമ ആയിരിക്കാം അതിന് കാരണം. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എന്തോ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിൽ നിന്നുണ്ടാകുന്ന ഉള്ളിൽ നിങ്ങൾ അതിന്റെ സ്ട്രെസ് ക്യാരി ചെയ്യുന്നുണ്ട്. ആ സ്ട്രെസ് നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഹീൽ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 20 വർഷത്തോളമായിട്ട്, നിങ്ങൾക്ക് 2 വർഷമായിട്ടുള്ള അലർജി തുടങ്ങിയിട്ട്, എനിക്ക് 20 വർഷമായിട്ടുണ്ടായിരുന്ന പ്രശ്നമായിരുന്നു അസിഡിറ്റി പ്രശ്നം, ഗ്യാസിന്റെ പ്രശ്നം. ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ്സിൽ നിന്നായിരുന്നു. അത് ടാപ്പ് ചെയ്തതോടുകൂടി എനിക്കത് പോയി. 20 വർഷമായിട്ട് മരുന്ന് കഴിച്ചിരുന്നു. അലർജി പ്രശ്നങ്ങളുള്ള ആൾക്കാർ പലരും ഉണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ. പലരും പല പ്രശ്നങ്ങളും, പല കാലുവേദന, മുട്ടുവേദന പ്രശ്നങ്ങൾ, സംഗതികൾ. ഇപ്പൊ ഗസ്റ്റിനെ തന്നെ ഗസ്റ്റിന അറിയുതേ. ഹലോ സാർ, ഞാൻ പറഞ്ഞു കൊടുക്കാം കുട്ടിക്ക്. കാരണം ഹലോ സാർ, ഞാൻ പാലക്കാട് നിന്ന് അനിത. എനിക്ക് 2-3 ദിവസമായിട്ട് നല്ല പനിയും, പല്ലുവേദന, മേല് മുഴുവൻ ചൊറിച്ചലായിരുന്നു. ഞാൻ ഇതിന് മുന്നാണെങ്കിൽ എന്നോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ എങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് എനിക്കിപ്പോ പൂർണ്ണമായിട്ട് ഞാൻ റിക്കവറി ആയി. കാരണം അത് EFTന്റെ പവർ തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഇതിന് മുന്നേ, കാരണം ഞാൻ BA B.Ed ആണ്, ടീച്ചറായി വർക്ക് ചെയ്ത വ്യക്തിയാണ്. കാരണം ഞാൻ എന്റെ പാസ്റ്റ് പറയാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. ഇപ്പൊ വീട്ടമ്മയായി വർക്ക് ചെയ്യാണ്. എന്റെ ഭർത്താവ് 25 വർഷമായിട്ട് പ്രവാസിയായിരുന്നു. അദ്ദേഹം നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ട്, പെട്ടെന്ന് സെറ്റിൽ ആവാൻ വേണ്ടി ചെയ്തതല്ല, ഒരു സാഹചര്യത്തിൽ ഇവിടെ പെട്ടുപോയി. കാരണം അവിടുത്തെ ബിസിനസ് നടത്താൻ പറ്റാതെ ഇവിടെ വന്നു. അതൊക്കെ പോട്ടെ, അത് എന്റെ ഫാസ്റ്റ് ഞാനൊക്കെ അത് ഹീൽ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്തായാലും ഒരു വർഷം ഞങ്ങൾ റിക്കവറി ആവും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അതല്ല, ഇതിപ്പോ നമ്മുടെ സൈക്കോസൊമാറ്റിക് സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ് എന്റെ കാലിന്റെ പാത എന്നെ വിട്ടുപോയതാണ്. 2 സൈഡ് സ്റ്റീലിലാണ് ഞാൻ ഇപ്പൊ നടക്കുന്നത്. ആ വ്യക്തിയെ ഞാൻ ബസ്സിൽ അങ്ങോട്ട് എറണാകുളത്ത് എത്തിയത്. ഞാൻ ബസ്സിലല്ല യാത്ര ചെയ്യാറില്ല, വണ്ടിയിൽ തന്നെയാണ് ചെയ്യുക. പക്ഷെ എന്റെ ഒരു ഇതായിരുന്നു, ഞാൻ ബസ്സിൽ വരും, എറണാകുളത്ത് എത്തും, മീറ്റപ്പ് പങ്കെടുക്കും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്സിൽ ഇരിക്കുന്നു. എനിക്ക് വീടെത്തുന്നവരെ ഒരു പെയിനോ ഒരു നീറോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും ഞാൻ രാവിലെ ക്ലാസ്, സാർ അറിയാം, ഞാൻ ക്ലാസ് റെഗുലറായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അത് എന്റെ മൈൻഡ് ഇത്രയും എത്തിച്ച EFT തന്നെയാണ്. അപ്പൊ ഇതിൽ ചേരാൻ ആര് മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും യാതൊരു ഇതും വേണ്ട, ചേരുക, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇത്ര മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് പലപ്പോഴും ഇപ്പൊ വരുന്ന പല അസുഖങ്ങളും, ഈ പനി ആയിക്കോട്ടെ, പല സംഗതികളായിക്കോട്ടെ, ഇതിപ്പോ അധികവും നമ്മുടെ
നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ബോഡിയുടെ പ്രതികരണമാണ്. നമ്മുടെ എനർജി ഫ്ലോ ബ്ലോക്ക് ആകുമ്പോഴാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി പറഞ്ഞോളൂ. ഹലോ ഗസ്ന പറഞ്ഞോളൂ. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, എന്താ പറഞ്ഞോളൂ. 1 year ആയിട്ട് ലാസ്റ്റ് സെപ്റ്റംബർ ഓൺവേർഡ്സ് എനിക്ക് റാഷസ് വരുമായിരുന്നു. അതിന്റെ റീസൺ ഉണ്ട്. അത് റീസൺ കണ്ടെത്തി ആക്ച്വലി ഒരു 3 months ബിഫോർ ഒരു ഹോമിയോ ഡോക്ടറാണ്. ഇമോഷനാണ് എന്റെ വിഷയം എന്നുള്ളത് കണ്ടെത്തിയത്. അപ്പൊ അതുവരെ ഞാൻ ഒരു 5 months അലോപ്പതി മെഡിസിൻ എടുത്തു, ഹോമിയോ എടുത്തു. എന്റെ ബ്രദറും സിസ്റ്ററിൻലോ ഒക്കെ ഹോമിയോ ഡോക്ടേഴ്സ് ആണ്. അവരടുത്തൊക്കെ പക്ഷെ അവരൊക്കെ എന്റെ ഫുഡ് അലർജി എന്നുള്ള രീതിയിൽ എനിക്ക് മെഡിസിൻ തന്നോണ്ടിരുന്നിരുന്നു. പക്ഷെ ആ കഴിക്കുന്ന സമയത്ത് കുറച്ച് കുറവുണ്ടാവും. പിന്നെ വീണ്ടും ഇതേമാതിരി എന്തെങ്കിലും ചെറിയ എനിക്ക് അറിയാം എന്തെങ്കിലും മെന്റലി വിഷയം വരുമ്പം സ്പോട്ടിൽ എന്റെ പിന്നെ സ്കിന്ന് റേസ് ചെയ്യും. ഒരു 2 centimeter അത്ര അങ്ങോട്ട് പിന്നെ ഹൈറ്റിൽ റേസ് ചെയ്യും. ഭയങ്കര ഇച്ചിങ്ങും ആണ് തല മുതൽ കാല് വരെ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ ഞാൻ EFTയിൽ വന്ന് ഫസ്റ്റ് ഡേ തന്നെ സാറ് ഹീറ്റിംഗ് നടന്ന സമയത്ത് ഇതേപോലെ പെട്ടെന്ന് റേസ് ആയി എന്റെ ബോഡി സ്കിന്ന്. അപ്പൊ അന്ന് അതിന് ടാപ്പ് ചെയ്തു, കുറവുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡേ ഇതേപോലെ ഹീലിംഗ് സെഷനിൽ ഞാൻ വരുമ്പം സ്കിന്ന് എന്ന് രാവിലെ എനിക്കൊരു റേസിങ് ഇതുണ്ടാവും, പൊന്തിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഞാൻ അങ്ങനെ അതിന്റെ ട്രോമ എടുത്തിട്ട് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ആ സ്പോട്ടിൽ ഇതൊന്ന് പോവണം എന്നുള്ള അർത്ഥത്തിൽ മാത്രം ചെയ്തു. അത് റിക്കവർ ആവും. പിന്നെ ഒരു 3-4 ദിവസം മുമ്പേ പിന്നെ ഹീലിംഗ് സെഷനിൽ ഞാൻ ഇതിന്റെ ട്രോമ എന്താണെന്ന് എനിക്കറിയാം. അത് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് അത് എടുത്ത് ഇൻഷാല്ലാ കംപ്ലീറ്റ്. ഇപ്പൊ 4 ദിവസം ഞാൻ മെഡിസിനും എടുത്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ 4 അല്ലെങ്കിൽ എല്ലാ ദിവസവും മെഡിസിൻ എടുത്തില്ല ചെറിയ രീതിയിൽ എനിക്ക് ചൊറിച്ചിൽ വരും. അത് ഒരു 10 minute കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. ഇന്നിപ്പോ 4 ദിവസം ഞാൻ മെഡിസിൻ എടുക്കരുത്, മനഃപൂർവ്വം മെഡിസിൻ എടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് ബാക്കിയുണ്ട് ഇപ്പോഴും ഹോമിയോ മെഡിസിനാ, എടുത്തിട്ടില്ല. 4 ദിവസം ഇപ്പൊ ഇന്നത്തെ 4 ദിവസമായിട്ടൊന്നും എനിക്ക് ആ ചൊറിച്ചിൽ വന്നിട്ടേ ഇല്ല, ഒന്നുമില്ല, ഒരു ഇതുമില്ല. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ നോക്കട്ടെ, ഇനി ഒരു ആഴ്ചയും കൂടി ഇത് ഇങ്ങനെ തന്നെ പോകുമെന്നുള്ള നോക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുക ഇൻഷാല്ലാ. അപ്പൊ ഇനി ഉണ്ടെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ സാർ അത് ചോദിച്ചതുകൊണ്ട് ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു. അത് എനിക്കറിയാം 1 year ആയിട്ടുള്ള എന്റെ വിഷയമാണ്, അല്ലാതെ 1 ദിവസം 2 ദിവസം അല്ല. 1 year ആയിട്ടുള്ള റീസൺ എന്താണെന്ന് എനിക്കറിയാം. ആ റീസൺ എടുത്തിട്ട് തന്നെയാണ് 3 ദിവസം 3 സമയത്ത് നമ്മൾ മെനിയാന്ന് 4 ദിവസം മുന്നേ അങ്ങനെ ചെയ്തത്. അന്നാ ദിവസമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെടുത്ത് കംപ്ലീറ്റ്ലി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ 3-4 ദിവസം ഞാൻ ചൊറിഞ്ഞിട്ടേ ഇല്ല. അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിൽ എനിക്ക് സ്പോട്ട് വരും. പിന്നെ അതില്ല 4 ദിവസമായിട്ട്. ഞാൻ പറഞ്ഞ ഈ ഒരു 4 ദിവസം കൂടി ഇതേപോലെ പിന്നെ ഞാൻ ഹീലിംഗ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ലാസ്റ്റ് ഡേ ചെയ്തതാണ്. പിന്നെ നോക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കാം ഇൻഷാല്ലാ. അപ്പൊ എനിക്ക് വിശ്വാസം ഉണ്ട് ആ ഒരു ഇത് അവരുടെ സഹായം കൊണ്ട് അത് കുറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ എല്ലാം ഉണ്ടാവില്ലേ സാധാരണ. അപ്പൊ അത് എനിക്ക് വന്ന മാറ്റാണ്, അല്ലാണ്ട് 1 ദിവസം 2 ദിവസം കൊണ്ട് വന്ന അസുഖത്തിന്റെ അല്ല. 1 year ആയിട്ട് ഞാൻ അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അത്രയും മീൻസ് ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു പിന്നെ റാഷസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു സെക്കൻഡ് പോലും കൈ നിലത്ത് വെക്കാൻ കഴിയാതെ ചൊറിഞ്ഞോണ്ടിരിക്കും, ഈവൻ രാത്രിയും പകലൊക്കെ. അത്രയും ബുദ്ധിമുട്ടിയ സംഭവമാണ് ഇപ്പൊ ഞാനൊന്ന് ഫ്രീ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ലാ. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഗസ്ന ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് ഗസ്ന പ്രോബ്ലം ഉണ്ടായിരുന്നു പറഞ്ഞു, അതിന്റെ കാരണം അറിയാമെന്നും പറഞ്ഞു. അപ്പൊ പക്ഷെ ഇതാണ് പ്രോബ്ലം, സൈക്കോളജിക്കൽ ആണ്, ഇമോഷണൽ ആണ് പ്രോബ്ലം എന്നുള്ളത് ഡോക്ടേഴ്സ് പറഞ്ഞു അല്ലെ? ഒരു ഹോമിയോ ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അതെ, ആ ഡോക്ടർ പറഞ്ഞതിന്റെ ശേഷമാണ് അതിലേക്ക് എന്റെ പിന്നെ സിസ്റ്ററിൻലോ എന്നെ മരുന്ന് മാറ്റി തന്നത്. അതുവരെ എല്ലാവരും ഫുഡിന്റെ അലർജിയാണെന്ന് പറഞ്ഞിട്ട് ഈവൻ അലോപ്പതി കഴിച്ച 5 മാസം ഞാൻ അലോപ്പതി മെഡിസിൻ എടുത്തു. അവരൊക്കെ പറഞ്ഞു ഫുഡ് ഇൻഫെക്ഷൻ, വയറ് നല്ലോണം ക്ലീൻ ചെയ്തിട്ട്. പക്ഷെ അതൊക്കെ ഇതിന് മാറ്റില്ല, ഒരു മാറ്റവും ഇല്ല. കുറച്ച് എന്തെങ്കിലും എനിക്ക് ചെറിയ മനസ്സ് വരുമ്പോ ആ സ്പോട്ടിൽ എന്റെ സ്കിന്ന് റേസ് ചെയ്യും. അതെ, അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളുടെ ശരീരത്തിൽ പല അസുഖങ്ങളും, അതായത് 90-ലധികം അല്ലെങ്കിൽ 99% അസുഖങ്ങളുടെയും കാരണങ്ങൾ പലപ്പോഴും എന്താണ്? സൈക്കോസൊമാറ്റിക് ആണ്. അത് നിങ്ങൾ എന്ന് വെച്ചാൽ മെറ്റാഫിസിക്കൽ അനാറ്റമി എന്ന് പറയുന്ന മേഖലയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ആ മേഖലയിൽ നിങ്ങൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ മേഖലയിൽ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കലി നമ്മൾ അനുഭവിക്കുന്നത്, നമ്മളുടെ ഉള്ളിൽ പല ആഗ്രഹങ്ങളുണ്ട്, ഹ്യൂമൻ നീഡ്സ് ഉണ്ട്. ആ ഇമോഷണൽ നീഡ്സ് നമുക്കുണ്ട്, ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് സോൾ ലെവലിലുള്ള നീഡ്സ് ഉണ്ട്. ഈ നീഡ്സുകൾ നമ്മൾ ഫുൾഫിൽ ചെയ്യപ്പെടാതിരിക്കുമ്പോൾ നമ്മളുടെ ബോഡി പലപ്പോഴും സ്ട്രെസ്സിലേക്ക് പോകും. നമ്മളുടെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ. നമ്മളെപ്പോഴും ഇങ്ങനെ സ്ട്രെസ്സിലോ ടെൻഷനിലോ വിഷമത്തിലോ പ്രയാസത്തിലോ നിൽക്കാം. നമ്മൾ ട്രോമ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രോമ ഹീൽ ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ ആ ട്രോമ അവിടെ ഉള്ളിടത്തോളം കാലം ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും എപ്പോഴും നമ്മുടെ ബോഡി. അപ്പൊ ഒരുപാട് ട്രോമകൾ അനുഭവിച്ച ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് അവർ വല്ലാത്ത ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക.
അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ അവരുടെ ഇമ്മ്യൂണിറ്റി പലപ്പോഴും വീക്ക് ആവുകയും അവരുടെ ഈ ഏത് ട്രോമയാണോ ഉള്ളത് ആ ഓരോ ട്രോമയ്ക്കനുസരിച്ചും ഓരോ സങ്കടങ്ങൾക്കും ഓരോ പെയിനും അനുസരിച്ചും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസിനനുസരിച്ചും അവർക്ക് ഓരോ തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അപ്പോൾ ചിലതിന് ചില കേസസ് ആണ്, ചിലത് എന്താണ് ചിലത് വരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, സ്റ്റക്കായി നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അതിന്റെ പേരിലായിരിക്കും അസുഖം വരുന്നത്. ചിലപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും. അപ്പൊ ഇതിനെ നമ്മൾക്ക് എന്താ വെച്ചാൽ ക്ലിയർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവും. അപ്പൊ ആ അസുഖങ്ങൾ നമുക്ക് മാറി വരും. അപ്പൊ നമ്മളുടെ യഥാർത്ഥ ഇപ്പൊ ഗസ്റ്റിനൊക്കെ എന്താ വെച്ചാൽ എക്സാക്ട്ലി മനസ്സിലായ കാര്യം എന്താണ് പ്രശ്നം എന്ന് അറിയാം, കാരണം അറിയാം, ഈ റാഷസിന്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലായി എന്നുള്ള ആ റൂട്ട് കോസ് മനസ്സിലായി. എന്നിട്ട് അതിലേക്ക് ടാപ്പിംഗ് കൊടുത്തു. ആദ്യം ഗസ്റ്റിന് ടാപ്പ് കൊടുത്തത് എന്തായിരുന്നു? നമ്മൾ ഹീൽ ചെയ്തിരുന്നത്, ട്രോമ ഹീലിംഗ് കൊടുത്തിരുന്നത് ആ വന്നത് മാറുക എന്നുള്ളതായിരുന്നു. വന്നത് മാറുക. അപ്പൊ ടാപ്പിംഗ് കൊടുത്തു, അത് പോകും, പിന്നെയും വരുന്നു, മൂല കാരണത്തിലേക്ക് പോയിരുന്നില്ല. 4 ദിവസം മുൻപാണ് യഥാർത്ഥ മൂല കാരണമായിട്ടുള്ള കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള അതെടുത്ത് ഹീൽ ചെയ്തതോട് കൂടിയിട്ട് അതിപ്പോ 4 ദിവസമായിട്ട് ഒന്നുമില്ല. അവര് പറയുന്നൊരു സ്റ്റോറിയിൽ നമ്മൾ കേട്ടതാണ്, അതായത് കഴിഞ്ഞ പല തവണ ഇതിനു മുൻപൊക്കെ എന്താ വെച്ചാല് ഇത് വരും, എല്ലാ ദിവസവും കുറച്ചെങ്കിലും വരും, മോർണിംഗ് ആകുമ്പോൾ വരും, റാഷസ് വരുന്നു, ബുദ്ധിമുട്ട് വരുന്നു, ചൊറിച്ചിൽ വരുന്നു, ഇറിറ്റേഷൻ വരുന്നു, സ്കിന്നിന് പ്രശ്നം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഇത് കൊണ്ട് ബുദ്ധിമുട്ട്. അപ്പൊ അവർക്കിപ്പം വെച്ചാൽ ക്ലിയർ ആയിട്ട്, എന്നാലും ഉള്ളിൽ എന്തൊരു ചെറിയൊരു ഇനി വരുമോ നോക്കട്ടെ എന്നുള്ളൊരു സംഗതിയാണല്ലോ. ഞാൻ പറയുന്നു അപ്പൊ അതും കൂടെ ഇരുന്നിട്ട് ടാപ്പ് ചെയ്യുക, ഹീൽ ചെയ്യുക കേട്ടോ. ആ ആശങ്ക സീറോ ആക്കണം കേട്ടോ. അതിനൊരു അളവ്, അത് 10 ലക്ഷം നോക്കുക, അതും കൂടെ ഹീറോ ആക്കി കളയാ, എന്നിട്ട് അത് വിട്ട് കളയാ. അല്ല, ഇപ്പൊ മനസ്സിലായി, അത് ഇതിൽ ഇൻഷാല്ലാ അതിൽ റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ള മനസ്സിലായി. ടൂള് കയ്യിലുണ്ട്, വെരി ഗുഡ്, വെരി ഗുഡ്. ചെയ്യാൻ പറ്റും എന്നുള്ള മനസ്സിലായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര മെഡിസിൻ, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഈ മെഡിക്കൽ വേൾഡ് സജസ്റ്റ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് കഴിച്ചിട്ട് മാറാത്തൊരു സംഗതി EFT എന്ന് പറയുന്ന ടൂള് എന്താ ചെയ്തത്? അതിന് പൈസ ചെലവില്ല. ഗസ്ന, അതിന് വല്ല പൈസ ചെലവുണ്ടോ? ഒരു ചെലവില്ല. അതെപ്പോ വേണമെങ്കിൽ നമുക്ക് ഒരു 15 മിനിറ്റ് ഇരുന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്താൽ മതി, ഇത്രയേ ഉള്ളൂ. അതിനുള്ളിൽ അതാ ഞാൻ പറഞ്ഞ സാറ് ഹീലിംഗ് സെഷനിലാണ് ഞാൻ അത് എടുക്കുക. ഞാൻ ചെയ്യുന്നതിനോട് കൂടുതൽ എനിക്ക് എഫക്ട് ആ സമയത്ത് അതാണ്. ഞാൻ ആ സമയം അതാ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എടുത്തു. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ്. നമ്മളത് സീറോ ആക്കി. ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് സർ. ചോദിക്കാനല്ല, എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്. പറഞ്ഞോളൂ. പിന്നെ ഞാൻ ഇതേപോലെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് പോകുന്ന ഒരാളാണ്. കാരണം 94 കല്യാണം കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലൊരാളെ കാണാൻ പോയപ്പോ അവിടെ വെച്ചിട്ട് എന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പല്ലുവേദനയ്ക്ക് ഇങ്ങനെ ഈ ഗുളിക ഇങ്ങനെ വാങ്ങി കുടിക്കല്ലെന്ന് പറഞ്ഞപ്പോ അവരെ അവിടെ വെച്ചിട്ട് എന്നെ പരസ്യമായിട്ട് പറഞ്ഞു, നീ 94 കല്യാണം കഴിച്ചെന്ന് മുതൽക്ക് ഇന്ന് വരെ ഇനി മരുന്നിലാണ്, പിന്നെ എങ്ങനെയാണ് എനിക്ക് കിഡ്നി ഉണ്ടാവുമോ? അപ്പോ ഇപ്പൊ ഞാൻ കുറച്ചു കാലമായിട്ട് കുറെ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ഇതിന് ശേഷം ഇപ്പൊ ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ട് കണ്ട ആൾക്കാർ, എന്നിട്ട് കല്യാണത്തിന് പോയപ്പോ കണ്ട ആൾക്കാർ, കാരണം അവരൊക്കെ അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ അനുഭവിച്ചിട്ട് എവിടേക്കും പോവാതെ വീട്ടിൽ തന്നെ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇന്നലെ എന്നെ അവരൊക്കെ കണ്ടപ്പോ ചോദിച്ചു, ഇപ്പൊ എവിടുത്തെ ട്രീറ്റ്മെന്റ് ആണ്, ഇപ്പൊ എന്താ ഒരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ അവര് പറഞ്ഞു. നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ ഞങ്ങൾക്ക് ഒരു EFT പറഞ്ഞൊരു ചികിത്സ കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞു നല്ല ചേഞ്ച് ഉണ്ട്, എനിക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം ശരിക്കും നമ്മളെ മുഖഭാവം എല്ലാം തന്നെ നമ്മളെ ഫേഷ്യലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുഖത്ത് നോക്കിയിട്ട് അറിയാൻ പറ്റുന്ന ക്ഷീണം കാര്യങ്ങളൊന്നും അങ്ങനെ അറിയുന്നില്ല എന്നാ പറയുന്നത്. മുമ്പൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കര ക്ഷീണം, എപ്പോഴും പ്രഷർ കുറഞ്ഞു പോവുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്ലൂക്കോസ് ഇട കൊണ്ടുപോയിട്ട് വീണിട്ട് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കുക, പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കുറവാന്ന് എപ്പോഴും പറയാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതിൽ കൂടെ കടന്നു പോയതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പങ്കെടുത്ത EFT ചെയ്യാത്ത ആളുകളോട് ഈ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, എന്ത് വിഷയങ്ങളായാലും വേണ്ടില്ല, അതിനൊക്കെയുള്ള സൊല്യൂഷൻ EFT-യിലുണ്ട്. എല്ലാവരും EFT ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് മീറ്റപ്പിന് വരിക. എല്ലാവരോടും പറയാനുള്ള അങ്ങനെയാണ്. ഞാനൊക്കെ ഇതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. കാരണം പിന്നെയാണ് സാറിന്റെ ക്ലാസ്, സാറിന്റെ അടുത്തുള്ള എക്സ്പീരിയൻസ്, ഇതൊക്കെ പറഞ്ഞാല് വാക്കുകൾക്ക് അതീതാണ്. പിന്നെ ഇതിൽ നിന്ന് കിട്ടി ഞങ്ങളെ ടീം, ലീഡേഴ്സ്, കാര്യങ്ങളെല്ലാം തന്നെ അതൊന്നും എന്താ പറയാ, അതൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയ്ക്കും നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള കൂടിയാണ് ഇപ്പൊ കടന്നു പോകുന്നത്.
ഇപ്പൊ ഓരോ ദിവസവും രാവിലെ കിടക്കേന്ന് എഴുന്നേൽക്കാൻ തന്നെ ഒരു പ്രചോദനാണ്. കാരണം ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാനും പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ആളുകളെ പിന്നെ ആളുകളോട് മെസ്സേജ് അയക്കാനും ഗുഡ് മോർണിംഗ് പറയാനും അങ്ങനെ തുടങ്ങിയ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു പുതിയ അനുഭവങ്ങളായിട്ട് മനസ്സിന് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാരും ക്ലാസ്സിലേക്ക് വരിക, EFT ജോയിൻ ചെയ്യുക, അതാണ് പറയാനുള്ളത്. ഇതിൽ ആരെങ്കിലും മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടാവില്ല. ക്യാഷ് നിങ്ങൾ ധൈര്യമായിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യുമെന്നാണ് പറയാനുള്ളത്. ഞങ്ങൾ ചെയ്ത ആളുകൾക്കെല്ലാം ഇത് തന്നെയാ പറയാനുള്ളത്. ഞങ്ങളെ കൂടെ തന്നെ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. അതിൽ ഒറ്റ ആൾക്ക് പോലും ഒരു മൈനസ് ആയിട്ടുള്ള ഒരു അഭിപ്രായം ഇല്ല, നെഗറ്റീവായിട്ടൊരു അഭിപ്രായം ഇല്ല. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ കാലിക്കറ്റിൽ പ്രോഗ്രാം വരികയാണ്, നിങ്ങൾ വരണം ഇതേപോലെ. അപ്പം ചോദിച്ചിട്ടുള്ള ആൾക്ക് ഞാൻ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് സമീഹ, താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് സച്ച് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. കാരണം എനിക്കിപ്പം നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്, ഇതേപോലെ അലർജി പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന പല ആൾക്കാരും. അപ്പൊ നമ്മളുടെ ഈ അസുഖങ്ങളുടെ കാരണം, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ കാരണം, അത് ഷുഗർ പ്രശ്നമുള്ള ആൾക്കാർ, അത് എന്താ പറയുക, ഈ പറഞ്ഞിരിക്കുന്ന അതേപോലെ BP, നമ്മൾ ഈ മെഡിറ്റേഷൻ, നമ്മൾ ഹീലിംഗ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയുമ്പോൾ നമ്മുടെ ഷുഗർ ലെവല്, അതിനുള്ള ബുദ്ധിമുട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ അസുഖങ്ങൾ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന BP പ്രശ്നങ്ങളുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിപ്രഷൻ, അതിൽ മാനേജ് ചെയ്യാൻ സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഫുള്ളി റിക്കവർ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ സ്ട്രോക്കിൽ നിന്ന് കഴിഞ്ഞ നമ്മളുടെ ഒരു കുറെ മുൻപ് സ്ട്രോക്ക് ബാധിച്ച് കിടന്നിരുന്ന ഒരാള്, അവർക്ക് എണീറ്റ് നടക്കാൻ കഴിയുന്ന പരസഹായം ഇല്ലാതെ അവർ ഷോപ്പ് നടത്തുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഷോപ്പ് നടത്തുന്ന ഒരു സ്ത്രീയായിരുന്നു, ബിന്ദു മേമനെ പോലുള്ള ഒരാള്. അവരെന്ത് വെച്ചാൽ ഷോപ്പ് നടത്തുന്നവരായിരുന്നു. അവർക്ക് സ്ട്രോക്ക് വന്നിട്ട് കിടപ്പിലായിരുന്നു. അങ്ങനെ കിടപ്പിലായിട്ട് ഒരു വരുമാന മാർഗത്തിന് ഷോപ്പ് ഇട്ട് കൊടുത്താണ്. മക്കളെ എന്നും ഷോപ്പിൽ കൊണ്ടാക്കും, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ അവര് ഒരു ദിവസം അവർക്കിത് ഷോപ്പിൽ ആരുമില്ല, അവർക്ക് ടോയ്ലറ്റിൽ പോകണം, എന്താ ചെയ്യേണ്ട പല സഹായവും ഇല്ല. അവര് തീരുമാനമെടുത്തു, ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് എന്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ വരും എന്ന് തീരുമാനമെടുത്തു. അവര് 17 തവണ അവിടെ ഇരുന്നിട്ട് ടാപ്പ് ചെയ്തു. കാല് വെച്ച് നടക്കാൻ കഴിയാത്ത അവര് ഇരുന്ന് ടാപ്പ് ചെയ്ത്, കരഞ്ഞ് ടാപ്പ് ചെയ്ത്, ആ ട്രോമയിലേക്ക് പോയി ഇരുന്ന് ടാപ്പ് ചെയ്ത് അന്ന് അവര് വൈകുന്നേരമായപ്പോ അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഷോപ്പിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോ ഷോപ്പ് അടച്ചിട്ടുണ്ട്, അവരെ കാണാനില്ല. കുറേ കഴിഞ്ഞപ്പോ അവരുണ്ട്, ഇങ്ങനെ ഒരാള് വീട്ടിലേക്ക് നടന്നു വരും. ആരാണ് നടന്നു വരുന്നത്? ഇവരാണ്. അപ്പം ഇവര് ഷോപ്പ് അടച്ചു, ഇവരുടെ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ കഴിഞ്ഞ, ഇതെന്താ വെച്ചാൽ ഇതൊക്കെ അത്ഭുതകരമായ സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്, അല്ലെ? പക്ഷെ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള കഥകൾ, സ്റ്റോറീസ് ഇതുപോലെയുണ്ട്. ഹീലിംഗ് സൈക്കോളജിക്കലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ സംഭവിക്കും. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മെഡിസിൻ കഴിക്കേണ്ട, അല്ലെങ്കിൽ മെഡിക്കമെന്റിലേക്ക് പോകണ്ട, അങ്ങനെയൊന്നുമല്ല. അത് ഒരു സൈഡിലുള്ള ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഹീലിംഗ് വർക്ക് ചെയ്യുക, മിറക്കിൾസ് അനുഭവിച്ചറിയുക. നമ്മുടെ അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും. പലപ്പോഴും പറയുന്ന ഫുഡിന്റെ അലർജിയാണ്, ചിലർക്ക് പൊടിയുടെ അലർജിയാണ്, ഇന്ന ഫുഡേ കഴിക്കാവൂ. അപ്പോൾ എന്താണ്, ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുള്ളവരുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുള്ളവരുണ്ട്. അങ്ങനെ പല രീതിയിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്. എന്നിട്ട് ആ ഭക്ഷണം കഴിക്കാതിരിക്കും. അല്ല, ഇന്നത് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് വരും, അല്ലെങ്കിൽ ചൊറിച്ചിൽ വരും, അല്ലെങ്കിൽ റിയാക്ഷൻസ് വരും. ആക്ച്വലി ഇതൊക്കെയാണ് നമ്മളെന്ന് വെച്ചാൽ അതുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ആ ഫുഡ് അങ്ങ് ഒഴിവാക്കും. ആക്ച്വലി അതല്ല, അത് ആ ഒരു തോട്ട് പാറ്റേൺ അവിടെ കിടക്കുന്നു. അതും കൂടെ ബ്രേക്ക് ചെയ്യണം. അതും കൂടെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കും. ആ ബ്രേക്ക് ചെയ്യാൻ പഠിക്കുന്നതോട് കൂടിയിട്ടാണ് അത് വെച്ചാൽ EFTയിലേക്ക് നിങ്ങൾ വരാന്ന് പറയുന്നത്. അപ്പോൾ കാലിക്കറ്റ് നടക്കുന്നുണ്ട്, വരിക, എന്നിട്ട് എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. നെക്സ്റ്റ് നമ്മുടെ ഓൺലൈനിൽ അടുത്ത ബാച്ച് വരുന്നുണ്ട്, 20-ാം തീയതിയാണ് നെക്സ്റ്റ് മന്ത്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ജോയിൻ ചെയ്യാം. ഇപ്പൊ ഒരു ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച്. എന്താണ്, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അഷ്റഫ് ഭായ് പറയാനുണ്ടോ? ഗുഡ് മോർണിംഗ് സർ. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ എന്റെ ചോദ്യം, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്ത്, ക്ലാസ് ആദ്യമായിട്ടാണ് കേട്ടത് ഈ സൂം മീറ്റിംഗിൽ. അപ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അപ്പൊ എനിക്കുള്ളൊരു ചോദ്യം, ഹൗ ടു ബി എവർ ഹാപ്പി എന്നുള്ളതാണ്. എന്താണ്?
ഹൗ ടു ബി എവർ ഹാപ്പി, നമ്മൾ എപ്പോഴും ജോയ്ഫുൾ, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള ഒരു മിനിമം ടിപ്സ് പറഞ്ഞാൽ നന്നാവുമെന്നുള്ളതാണ്. ഓക്കെ, ഹൗ ടു ബി ഹാപ്പി ഓൾവേസ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ വെച്ചാൽ ഹാപ്പിനെസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. നമ്മൾ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഹാപ്പി ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും എപ്പോഴും ഹാപ്പി ചെയ്യാൻ പറ്റും. പക്ഷേ സാധാരണ ഒരു വ്യക്തിക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു ഹാബിറ്റാണ്. അതായത് അതൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ നിൽക്കലാണ്. നമ്മളുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആകുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആകുമായിരുന്നു, എനിക്ക് ട്രോമയൊന്നും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഹാപ്പി, എന്റെ ലൈഫ് പാർട്ണർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഹാപ്പി ആകുമായിരുന്നു, എന്റെ മക്കൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ. അതായത് നമ്മൾ ഹാപ്പിനെസ് പുറത്ത് തേടുന്നു, എക്സ്റ്റേണലി തേടുന്നു. ഹാപ്പിനെസ് പുറത്തല്ല, ഹാപ്പിനെസ് ഉള്ളിൽ നിന്ന് ജനറേറ്റ് ചെയ്യേണ്ടതാണ്. ആ ഹാപ്പിനെസ് ഉള്ളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുക. ഹാപ്പിനെസ് എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് അനുഭവിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അൺഹാപ്പി ആവുന്നത്, വിഷമം വരുന്നത് നമുക്ക് എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. അപ്പൊ പ്രശ്നങ്ങൾ വരാനുള്ള കാരണങ്ങൾ വരാതിരിക്കില്ല. ആ വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ ഹീൽ ചെയ്യുന്നു. ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ വന്ന പ്രശ്നങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ട്രോമയുണ്ട്, അത് ഹീൽ ചെയ്യണം. വരുന്ന പ്രശ്നങ്ങളുണ്ട്, വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുള്ള ട്രോമകളെ ഹീൽ ചെയ്യുമ്പോൾ ഈ പുതിയ വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് പ്രശ്നങ്ങളല്ലാതായി മാറും. പ്ലസ് ഈ പുതിയ വരുന്ന പ്രശ്നങ്ങളെയും നമുക്ക് എന്താ വെച്ചാൽ ആ വരുന്ന സമയത്ത് തന്നെ ഇരുന്ന് ഹീൽ ചെയ്യാൻ നമുക്ക് കഴിയുക. അതേപോലെ ഒരു നല്ല പെർസ്പെക്റ്റീവോട് കൂടിയിട്ട് ട്രോമ ട്രിഗർ ചെയ്യാതെ, ഇപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രശ്നം പഴയ പ്രശ്നങ്ങളുടെ ട്രോമ ഹീൽ ചെയ്യാത്തതുകൊണ്ട് അത് ട്രിഗർ ആവുന്നുള്ളതാണ്. അങ്ങനെയാണ് പുതിയ പ്രശ്നത്തെ നമുക്ക് വലിയ പ്രശ്നമായി മാറുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുമ്പോഴോ പഴയതുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴാണ് നമുക്ക് എന്താ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടായിട്ട് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഹീലിംഗ് ഒരു സൈഡിലൂടെ നടക്കുക, ഒരു ബെറ്റർ പെർസ്പെക്റ്റീവ്, സ്റ്റേറ്റ് ഓഫ് ബീയിങ്. നമ്മളെന്ന് വെച്ചാൽ പ്രസന്റിൽ ഹൈ എനർജിയിൽ നിൽക്കുക, ഒരു പോസിറ്റീവ് ഹൈ എനർജി അവയർനെസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രശ്നങ്ങൾ വരുമെങ്കിലും അത് നമ്മളെ ബാധിക്കാതെയാവും. കാരണം നമ്മൾക്ക് എന്താ വെച്ചാൽ പിന്നെ ഓരോ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്ത് കളയുക, അത് ഫർഗീവ് ചെയ്ത് കളയുക, അത് ഹീൽ ചെയ്ത് കളയുക. എന്നിട്ട് ഉള്ളിൽ സെൽഫ് ലവ് നടക്കുക, അവയർനെസ്സിൽ നിൽക്കുക. അതായത് എല്ലായ്പ്പോഴും നമ്മളൊരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് നിൽക്കുക, മെഡിറ്റേഷൻസ്. അപ്പൊ ഈസ് ഇറ്റ് ഈസി ആണോ ഹാപ്പി ആവുക എന്ന് പറയുന്നത്? യെസ്, ഈ വളരെ സിമ്പിൾ ആയ കാര്യമാണ് ഹാപ്പിനെസ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. പക്ഷെ ഈസ് ഇറ്റ് ഈസി? ഇത്രയും വലിയ ഇമോഷൻസും സംഗതികളും വേദനകളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള നമുക്കത് ഈസിയാണോ? നോ, നത്തിങ് ഇൻ ദിസ് ഫ്രീ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്ത് ഒന്നും ഫ്രീ അല്ല, ഈസി അല്ല. അതിൻ്റെതായിട്ടുള്ള ഒരു പണി എടുക്കേണ്ടതുണ്ട്. ആ എടുക്കേണ്ട പണി. അപ്പൊ എപ്പോഴും ഹാപ്പി ആവുക എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഇട്ടതുപോലെ, അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു പ്രാവശ്യം ഒരു സംഗതി ചെയ്തിട്ട് നമ്മൾ അങ്ങ് ഹാപ്പി ആയിട്ട് പോകുന്ന ഒരവസ്ഥയില്ല. പ്രശ്നങ്ങൾ വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. അതായത് വല്ലാണ്ട് ആഗ്രഹങ്ങൾ കൊടുത്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ വിഷമം. അപ്പൊ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട്. അതിന്റെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അറ്റാച്ച്മെന്റ് വിട്ടുകളയുക, നമ്മൾ അറ്റാച്ച്ഡ് ആവാതിരിക്കുക. അറ്റാച്ച്ഡ് ആവുമ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എനിക്ക് എല്ലാം ഇങ്ങനെ വേണം. ഇങ്ങനെ അറ്റാച്ച്മെന്റുകൾ വിട്ടുകളയുക, കണ്ടീഷൻസ് വിട്ടുകളയുക, പരമാവധി കണ്ടീഷൻസ് കുറച്ച് ലൈഫിനെ ആസ് എ ഗിഫ്റ്റ് ആയിട്ട് സ്വീകരിക്കുക. ലൈഫ് എല്ലാം നല്ലതിനാണ് എന്ന് ഗിഫ്റ്റ് ആയിട്ട് സ്വീകരിക്കുക. ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുക. അത് എളുപ്പമാണോ? ഡെയിലി പ്രാക്ടീസ് വേണം. ഡെയിലി ആ അവയർനെസ് മനസ്സിൽ കൊണ്ട് നടക്കണം. ഡെയിലി ആ അവയർനെസ് മനസ്സിൽ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അത് അത്ര ഈസി ഒന്നുമല്ല. ഈ പറഞ്ഞിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. എവ്രിബഡി ഈസ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതെന്താ വെച്ചാൽ അതിനാണ് നമ്മൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത്, അതിനാണ് നമ്മൾ സ്ഥിരമായിട്ട് ഹീലിംഗ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഹീൽ ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ നമുക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് സെൽഫ് ലവ് കൊടുത്ത് നമ്മളെ ഇങ്ങനെ അറ്റാച്ച്മെന്റ് ഒക്കെ കട്ട് ചെയ്ത് കൺട്രോളിങ് ബിഹേവിയർ ഒഴിവാക്കി നമ്മളിങ്ങനെ പരമാവധി നല്ല രീതിയിലേക്ക്, നല്ല സ്റ്റേറ്റിൽ, നല്ല പോസിറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്ത് നമ്മളിങ്ങനെ നല്ല മനോഭാവത്തോടു കൂടി ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാം. പ്രശ്നങ്ങളുണ്ടാവും, അത് തരണം ചെയ്യാം. ക്ലിയർ ചെയ്ത് സാർ റെക്കമെൻഡ് ചെയ്യുന്ന ഏതെങ്കിലും പുസ്തകങ്ങളുണ്ടോ? അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പുസ്തകങ്ങളാണോ? അതെ. ഓക്കെ. ഞാൻ എഴുതിയിട്ടൊരു ബുക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം.
നമ്മുടെ ടീം മെമ്പേഴ്സ് അതിന്റെ പേര് അത് വിജയത്തിലേക്കുള്ള 45 പടവുകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ മുൻപ് 2018 എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇന്ത്യ ഓർഡർ ചെയ്യാം. ദാറ്റ് ഇസ് ദെയർ. അത് കുറെ ഞാൻ പഠിച്ചു മനസ്സിലാക്കിയുള്ള കുറെ അറിവുകളെല്ലാം ക്രോഡീകരിച്ചിട്ട് ഓരോ ചാപ്റ്ററുകളാക്കിയിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ബുക്കാണ്. ദാറ്റ് ഇസ് ദെയർ. നിങ്ങൾ ബുക്കാണ് ഹാപ്പിനെസ്സിന് വേണ്ടി വിജയത്തിലേക്കുള്ള 45 പടവുകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതാണ്. ഓക്കെ സാർ, അത് പിന്നെ ബുക്ക് സ്റ്റാളിൽ അവൈലബിൾ ആണോ? സാധാരണ നോർമൽ ഇല്ല, ബുക്ക് സ്റ്റാളിൽ അവൈലബിൾ അല്ല. അത് നമ്മളുടെ സ്റ്റോർ നമ്മുടെ ഓഫീസിലാണ്. നമ്മുടെ കോഴ്സിലെ പാർട്ടിസിപ്പൻസിനും അതേപോലെ നമ്മളോട് സ്പെഷ്യൽ ആയിട്ട് ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം നൽകുന്ന ബുക്കാണ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള മീറ്റപ്പിൽ ബുക്ക് ഉണ്ടാവില്ലേ? മീറ്റപ്പിൽ നമ്മൾ കൊണ്ടുവരാം. ഓക്കെ, കൊണ്ടുവരാം. ചോദിച്ചോട്ടെ സാർ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാന് ഇടക്കൊക്കെ സാറിനോട് സംസാരിക്കാന്ന് വിചാരിക്കും, പക്ഷെ സമയം കിട്ടില്ല. സാറിങ്ങനെ പറഞ്ഞു പോകുമ്പോ പിന്നെ ഞാൻ ഈ സാറ് പറഞ്ഞ മാതിരി എനിക്ക് ഒരുപാട് ട്രോമകളും ഒരുപാട് ഇഷ്യൂസും ഒക്കെ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചെറുപ്പക്കാലത്ത് ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഞാൻ എപ്പോഴും ഹാപ്പിയാണ് സാർ. എപ്പോഴും പോസിറ്റീവായിട്ടാണ്. എല്ലാം ആരെ കണ്ടാലും എല്ലാം മറന്ന്. അപ്പൊ എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഇത് ആക്ടിങ് ആണോ? ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒതുക്കിയിട്ട് അത് ആളെ ഇതാക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ നടക്കുന്നതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഉള്ളിൽ കരഞ്ഞിട്ട് ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കും, എനിക്ക് സത്യം പറഞ്ഞാൽ അന്നേരം ഒന്നും അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അത് ഒന്നും എന്താണ് അങ്ങനെയെന്ന് ഞാൻ തന്നെ ചോദിക്കാറുണ്ട് എന്റെ അടുത്ത്. അപ്പൊ ഇവര് പറയുന്നത് ഇപ്പൊ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ കാര്യം തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. അതില്ല ആ ട്രാക്കിൽ ആണോ എന്നുള്ള അറിയാന്. ചോദ്യം എന്താണ്? അതായത് ഈ പ്രോബ്ലംസിന്റെ ഇടയിലൊക്കെയും ഹാപ്പി ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ പലരും അത് ആക്ടിങ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് അത് ആക്ച്വലി അങ്ങനെ നാച്ചുറൽ ആയിട്ട് തന്നെ വരികയാണ്. അപ്പൊ ഇപ്പം ഇതിനെ ഈ രീതിയിലാണ് നമ്മൾ പോകേണ്ടത് എന്ന് ഇവിടെ പറയുമ്പോഴാണ് അവര് ക്ലിക്കായിട്ട് സെയിം തന്നെയാണോ അവർ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാർ ബ്ലെസ്ഡ് ആണ്, വളരെ അനുഗ്രഹീതരാണ്. എന്താ വെച്ചാല് പ്രശ്നങ്ങൾ എത്രയുണ്ടെങ്കിലും അത് എന്താ പറയാ, അതിനപ്പുറത്ത് ഹാപ്പി ആകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് മാം, ഞാനൊരു കാര്യം പറയാം. ഓക്കെ, അതായത് there is something called, നമുക്ക് ലൈഫിൽ ട്രോമയും പെയിനും ഒക്കെ വന്നാലും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കോപ്പിംഗ് മെക്കാനിസം ഉണ്ട്, ചില രീതിയിൽ. ഞാൻ നിങ്ങളുടെ സിറ്റുവേഷൻ അതാണെന്ന് ഞാൻ പറയുന്നില്ല. അതായത് ചില രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പ്രശ്നം അവിടെ ഉണ്ടെങ്കിലും ആ പ്രശ്നത്തെ അങ്ങോട്ട് മാറ്റി വെക്കും, അതിനെ ഇഗ്നോർ ചെയ്യും. ഓക്കെ, അതിനെ അവഗണിക്കും, അത് അവിടെ നിൽക്കും. എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മൾ ഈ ട്രോമ നമ്മൾ 3 തരത്തിലാണ് റെസ്പോണ്ട് ചെയ്യും. 4 തരത്തിൽ. ഒന്ന് ഫൈറ്റ് എന്ന് പറയും. നമ്മൾ അതിനോട് നമ്മളാരും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവരോട് നന്നായിട്ട് വഴക്ക് കൂടും. ഓക്കെ, രണ്ടാമത്തെ രീതി എന്നിട്ട് എന്ത് ചെയ്യുക, അവരെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, പ്രതികരിക്കുക. രണ്ടാമത്തെ രീതി എന്ന് പറയുന്ന ഫ്ലൈറ്റ്, അവിടുന്ന് ഇറങ്ങിപ്പോകും. ആ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറല്ലാതെ ഇറങ്ങിപ്പോകും. ഓക്കെ, ആ പ്രശ്നത്തെ ഇഗ്നോർ ചെയ്തിട്ട് ഇറങ്ങിപ്പോകും, അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോകും. അവർ അത് ഫേസ് ചെയ്യാൻ തയ്യാറല്ല, ഓടി രക്ഷപ്പെടുക, ഫ്ലൈറ്റ്, അതായത് സ്ഥലം വിടുക എന്നർത്ഥം. അടുത്തത് എന്താണെന്ന് വെച്ചാല് ഫ്രീസ്. ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഷോക്കായിട്ട് ആകെ ഫ്രീസ് ആയി പോകും, നമ്മൾ സ്റ്റക്ക് ആയി പോകും. അടുത്തതാണെന്ന് പറയുന്നത് ഫോൺ എന്ന് പറയും. ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FAWN, ഫോൺ എന്ന് പറയും. എന്ന് വെച്ചാൽ പീപ്പിൾ പ്ലീസിങ് എന്ന് പറയും. അവിടെ എന്താ വെച്ചാൽ നമ്മൾ അതിനെന്താ വെച്ചാൽ നിസ്സാരമായി കണ്ടിട്ട് ഒന്ന് ചിരിച്ച് തരുന്നതാണ്. അപ്പം അത് നമുക്ക് ചിലപ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ടാവുന്ന വെച്ചാൽ മറ്റുള്ളവരെ നമ്മൾ ഹാപ്പി ആയിട്ട് നിൽക്കുക. ഓക്കെ, നിസ്സാരായി കാണാറില്ല. പാസ്റ്റ് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ തിങ്ക് ചെയ്യും. അതങ്ങനെ അത് ഞാൻ പറയുന്നത്, ആ സമയം നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ വിഷമത്തിലാണ്. പക്ഷെ മറ്റുള്ളവർ വരുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ ഇതൊന്നും കാണിക്കില്ല. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ പോലും അത് അങ്ങനെ ഡെവലപ്പായി വരുന്ന ഒരു അവസ്ഥയായിരിക്കാം. നിങ്ങളുടേത് അങ്ങനെയാണെന്ന് ഞാൻ പറയല്ലോ കേട്ടോ, മേ ബി അതായിരിക്കാം. പക്ഷെ കാരണം നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്, അത് പോയിട്ടില്ല.
അതില്ലെങ്കിലും അപ്പൊ നമ്മൾ അധികം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ലൈഫിലൊക്കെ അധികം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം, പ്രശ്നങ്ങളെ പരിഹരിക്കാതെ എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ ആർക്കാ ഇല്ലാത്തത്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് പോകണം, അതല്ലേ ജീവിതം എന്ന് പറയും. പക്ഷെ ആക്ച്വലി ഇങ്ങനെയല്ല. അതിന്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മാമിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഹെൽത്ത് ഇഷ്യൂസ് അല്ല, പിന്നെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് വലിയ ഹെൽത്തിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫാമിലിയിൽ വലിയൊരു ഇഷ്യൂ ഉണ്ട്, അതാണ്. ഈ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളാവണമെന്നില്ല. എന്തെങ്കിലും ശരീരവേദനയാവാം, അല്ലെങ്കിൽ ഇടയ്ക്ക് തലവേദന വരുന്ന സംഗതിയാവാം, ലൈക്ക് മൈഗ്രെയിൻ പോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ? മൈഗ്രെയിൻ മാറിയതാണ്, NLP തെറാപ്പിയിൽ ഇവിടെ മാറിയതാണ്. വെരി ഗുഡ്. അപ്പൊ അത് ഞാൻ ഇതാ പറയുന്നത്, ഈ പീപ്പിൾ പ്ലീസിങ് പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് മൈഗ്രെയിൻ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പൊ അതുണ്ടായി, അത് മാറിയിട്ടുണ്ട്. അതിന് മുൻപ് NLP തെറാപ്പി നിങ്ങൾ ചെയ്തത് കൊണ്ട് നിങ്ങൾ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് യു ആർ ലൈക്ക് യുനോ മോർ ബെറ്റർ. ആൻഡ് നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ എന്താ വെച്ചാൽ വലിയ സന്തോഷമാണ്. നമ്മുടെ ക്ലാസ്സിൽ, മോർണിംഗ് ക്ലാസ്സിൽ രണ്ടുപേരും ഇത് കേൾക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം. കാരണം ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു. നമുക്ക് ആസ് എ കപ്പിൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് എഫേർട്ട് ഇട്ട് നിങ്ങളോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നിങ്ങളുടെ അടുത്ത് ഒരുപാട് നമുക്ക് പഠിക്കാറുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സെറ്റായി പോകുന്നത് എന്നുള്ളത് മനസ്സിലാവുണ്ടോ? ഇവിടെ പല ആൾക്കാരും ഒറ്റയ്ക്കായി ഇരിക്കുന്നത്. കാരണം 40 വർഷമായി കല്യാണം കഴിഞ്ഞു. 40 വർഷം ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ്. 40 വർഷത്തോളം ഒരുമിച്ച് പോയി എന്നുള്ളതാണ്. എവിടെ ഞങ്ങൾ കുറെ സ്ഥലത്ത് നിന്നിട്ടുണ്ട്, ഒന്നിച്ചേ നിന്നിട്ടുള്ളൂ, വിട്ടു നിന്നിട്ടേ ഇല്ല. എന്നോട് അദ്ദേഹം പറഞ്ഞു ആകെയുള്ള പ്രശ്നം നിങ്ങളെ വിട്ടു നിൽക്കാൻ ഹോം സിക്നെസ് എന്നാ പറഞ്ഞത്. ആക്ച്വലി ഇത് വൈഫ് സിക്നെസ് ആണ്. അത്രയ്ക്കും എന്താ വെച്ചാല് നിങ്ങൾ അത്രയും അതായത് ഒരുമിച്ച് നിൽക്കാനുള്ള അദ്ദേഹം ഇപ്പൊ പാലക്കാടാണോ ഉള്ളത്? ഇന്നിപ്പോ കോഴിക്കോടാണ്, പാലക്കാടാണ് ഞങ്ങൾ ഇപ്പൊ കോഴിക്കോടാണ്, ഇന്ന് കോഴിക്കോടാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് അപ്പൊ എന്താ പറയാ, ഇൻസ്പയറിംഗ് ആണ്. അപ്പൊ മേ ബി മാം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ വിഷമം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഹീല് ചെയ്യണം. പറ്റുമെങ്കിൽ കോഴിക്കോട് പ്രോഗ്രാമിൽ നിങ്ങൾ രണ്ടുപേരും വരാൻ പറ്റുമെങ്കിൽ വരും. രണ്ടുപേരും രണ്ടുപേരും വരുന്നുണ്ട്. തീർച്ചയായിട്ടും കാരണം വരണം. സാറിന്റെ ആ ക്ലാസ്സിൽ, ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ ഞങ്ങൾ ഒന്നിച്ച് വരാത്തുള്ളൂ. ബാക്കി NLPയിലെ സെക്യൂർക്കനോട് ചോദിച്ചാൽ അറിയാം, ഞങ്ങൾ എല്ലാ ക്ലാസ്സും ഒന്നിച്ച് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ബേസിക് മുതൽ ഭാഗ്യാട്ടോ. കാരണം രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ എന്താ പറയാ ആ ഒരു ഇതിൽ പോകാൻ പറ്റുന്ന. ഒരൊറ്റ മോനേ ഉള്ളൂ, ഒരു മോനേ ഉള്ളൂ, പൈലറ്റ് ആണ്, സെറ്റിൽഡ് ആണ്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോട്ടെ. അതിനിടയിൽ ലൈഫിൽ നല്ല കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ഫാമിലിയിൽ. അതെന്താണെങ്കിലും ഹീൽ ചെയ്യാനുള്ള സൊല്യൂഷൻസും സംഗതികളും നമുക്ക് സംസാരിക്കാം. whatever it is. വരണം, കാണണം, എന്നോട് സംസാരിക്കണം, മറക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഇറ്റ് വാസ് സച്ച് എ ഗുഡ് ഡേ. നല്ല രീതിയിലേക്ക് ഉഷാറാവട്ടെ. എപ്പോഴും എന്ത് ചെയ്യാ, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമ്മുടെ കോഴ്സിലേക്ക് വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി ഇന്നത്തെ സെഷൻ ഓക്കെ ഉഷാറായിട്ട്. എന്റെ മകന് 6 വയസ്സാ, 7 വയസ്സ്. പറഞ്ഞോളൂ. അവനെന്ന് വെച്ചാല് അലർജിയാണ്. ഇപ്പൊ നമുക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പറയാം പഴയ കാല ട്രോമകള് കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളത്? ഇത് 6 വയസ്സല്ലേ ഉള്ളത്? 7 വയസ്സ്. അപ്പൊ 6 വയസ്സ് ഇപ്പൊ അലർജി. അവനിക്കിപ്പോ ഒരു ഐസ്ക്രീം കഴിച്ചൂടാ, ഒരു കേക്ക് തിന്നൂടാ, അപ്പൊ അലർജി. പിന്നെ ഒരു ഫ്രൂട്ട്സ് കഴിച്ചൂടാ, ബത്തക്ക അങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോ അങ്ങനെയുള്ള ക്രീം ഫുഡ് കഴിച്ചൂടാ, ബേക്കറി ഐറ്റംസ്. ഞാൻ പറയട്ടെ, അതായത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങളിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മള് പ്രായമുള്ള വലിയ ആൾക്കാരോട് നമുക്ക് ട്രോമയൊക്കെ ഉണ്ടാകും. കുട്ടികൾക്ക് എന്ത് ട്രോമ? ആക്ച്വലി കുട്ടിക്കാലത്താണ് ട്രോമ തുടങ്ങുന്നത്. കുട്ടിക്കാലത്താണ് നമ്മുടെ വേദനകളും മൊത്തം. നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം അന്നത്തെ ട്രോമയാണ്. ഓക്കെ, ചില കുട്ടികളിൽ പെട്ടെന്ന് അതിന്റെ റിയാക്ഷൻസ് കണ്ടു തുടങ്ങും. അത് എല്ലാവരിലും ഉണ്ട് റിയാക്ഷൻസ്. ചില കുട്ടികൾ കണ്ടിട്ടില്ല, വല്ലാത്ത ദേഷ്യം, അത് ട്രോമയാണ്. വല്ലാത്ത പിടിവാശി, അത് ട്രോമയാണ്. അത് പല രീതിയിലാണ് പ്രതികരിക്കുക. ഏത് രീതിയിൽ ബാധിക്കുന്നു നമുക്കറിയില്ല. അപ്പൊ കുട്ടി ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളോ, നിങ്ങൾ ഗൾഫിലായിരുന്നോ അതോ നാട്ടിലുണ്ടായിരുന്നോ? ഞാൻ ഗൾഫിലാണ്. സോ കുട്ടിക്ക് കിട്ടേണ്ട ഒരു എന്താ പറയാ, പല ഗൾഫുകാരുടെയും മക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പല ചാലഞ്ചസ് ഉണ്ട്, പ്രയാസങ്ങളുണ്ട്. അതെന്തെങ്കിലും ഉണ്ടോ? കുട്ടി എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? നമുക്കറിയില്ല വീട്ടുണ്ടോ.
പല രീതിയിലുള്ള ചലഞ്ച്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കുട്ടിയോട് ചോദിക്കണം, മോന് വിഷമമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണിക്കുന്നത് നല്ലതാണ്. എന്ത്, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക, കുട്ടികളുടെ സൈക്കോളജിസ്റ്റ് ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചിട്ടെന്ന് വെച്ചാൽ ഒന്ന് കൗൺസിലിംഗ് ഇരുത്തുക. എന്നിട്ട് എന്താ വെച്ചാൽ മോനോട് ചോദിക്കുക, എന്തെങ്കിലും വിഷമമുള്ളതായിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, വിഷമമുള്ള കാര്യം എന്താ. അപ്പൊ അങ്ങനെ ആദ്യത്തെ ഒരു പോക്കിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ പിന്നെ ചിലപ്പോൾ പോകുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ചില സംഗതികൾ ചോദിച്ചറിയില്ല. എന്തെങ്കിലും കാര്യം ഈ ഒരു കാര്യത്തിൽ വിഷമം ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഹീലിങ്ങിന് കൊണ്ടുവരാം. നിങ്ങൾ പറ്റുമെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങളുടെ ഫാമിലി മെമ്പർ ഉണ്ടെങ്കിൽ കൊണ്ടുവരിക കേട്ടോ. ഹലോ സർ. ചോദിച്ചോളൂ. പിന്നെ ആ കുട്ടിയുടെ പ്രശ്നത്തില് അവർ രക്ഷിതാക്കളുടെ ട്രോമയെ കുട്ടികൾക്ക് ബാധിക്കുന്നൊക്കെ കേൾക്കാറുണ്ട്, അങ്ങനെയും ഇല്ലേ? അങ്ങനെയുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടെങ്കിൽ, ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്മുടെ എനർജിയിൽ നമ്മൾ വല്ലാണ്ട് ട്രോമ ഉണ്ടെങ്കിൽ കുട്ടികളിൽ ഇതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. അത് നമ്മുടെ എനർജിയെ കുട്ടികളിലും ബാധിക്കാറുണ്ട്. നമ്മൾ ഹീൽ ചെയ്യുന്നതിനനുസരിച്ച് കുട്ടികളും ഹീൽ ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വൈഫിനെയും മോനെയും പ്രോഗ്രാമിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് എന്താ വെച്ചാൽ ജസ്റ്റ് എന്ന് വെച്ചാൽ ഹീലിങ്ങിന് ഇരിക്കാം കേട്ടോ. അപ്പൊ ശരിക്കും 6 വയസ്സായിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷെ വൈഫിനോട് എന്തായാലും പ്രോഗ്രാമിലേക്ക് വരാൻ പറയും. കുട്ടി വരണമെന്നില്ല സർ, ആ രക്ഷിതാക്കൾ ചെയ്താൽ തന്നെ റെഡിയാവും. അതെ, കുട്ടികൾ വരേണ്ട, കുട്ടികൾ പ്രോഗ്രാമിലേക്ക് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, പ്രോഗ്രാമിലേക്ക് വന്നിട്ട് കാര്യമില്ല. കാരണം നമുക്ക് മിനിമം ഒരു 12 വയസ്സോ അല്ലെങ്കിൽ 15 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണ് കുട്ടികൾക്ക് ഇരിക്കാൻ കഴിയുള്ളൂ. അവർക്ക് ഈ ഒരു സെഷനിൽ ഇരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ കുട്ടീനെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരേണ്ട. പറ്റുമെങ്കിൽ കുട്ടിയുടെ ഉമ്മാക്ക് പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരും. എന്നിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വെച്ചാൽ ഈ ഒരു സെഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാകുകയും നിങ്ങൾ ഹീൽ ചെയ്യുകയും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ കുട്ടികളിലും ഇതിന്റെ മാറ്റം ഉണ്ടാകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കുട്ടിക്ക് ടാപ്പിംഗ് ചെയ്തു കൊടുക്കാൻ, ഹീലിംഗ് ചെയ്തു കൊടുക്കാനുള്ള അറിവ് നിങ്ങൾക്ക് വരും. അപ്പൊ കുട്ടി പലപ്പോഴും എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള അലർജീസും സംഗതികളിലേക്ക് പോകുന്നതിന്റെ റീസൺ സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് ആയിരിക്കും. മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കം ടു ദ പ്രോഗ്രാം. ഞാൻ മെഡിസിൻ കഴിച്ച് ട്രൈ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അധിക കേസിലും എന്താ വെച്ചാൽ സൈക്കോസൊമാറ്റിക് ആണ് പ്രശ്നങ്ങൾ, അലർജീസും സംഗതികളും ഒക്കെ അധികവും. അപ്പം ചിലരെന്താ വെച്ചാൽ മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, മെഡിസിൻ ഒറ്റയടിക്ക് നിർത്തണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് അങ്ങനെ പറയാനുള്ള അധികാരമില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, വി ക്യാൻ ലുക്ക് ഫോർ ദിസ് ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ നോക്കാം, ട്രൈ ചെയ്യാം, എന്നിട്ട് ഹീൽ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ നല്ലൊരു കുട്ടിയുടെ കാര്യം ആയതുകൊണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ എന്ത് ഹീലിംഗ് കാര്യങ്ങൾ ചെയ്യാം, നിങ്ങളുടെ പാരന്റ്സ് ആസ് എ ഹീലിംഗ് ചെയ്യാം. എന്നിട്ട് എന്താ വെച്ചാൽ കുട്ടിക്ക് എന്ത് ചെയ്യുക, ഹീലിംഗ് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് കുട്ടിയെ നിർത്തിയിട്ട് എന്തെങ്കിലും ടെൻഷൻസോ വിഷമങ്ങളോ സംഗതികളോ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താനും കൂടെ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ സെഷൻ അടിപൊളി സെഷൻ ആയിരുന്നു. ഇറ്റ് വാസ് വണ്ടർഫുൾ. ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നു. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ഇറ്റ് സോ പോസിറ്റീവ്. വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാലിക്കറ്റ് പ്രോഗ്രാം നമുക്ക് അടിച്ചു പൊളിക്കാം. കം ടു ദ പ്രോഗ്രാം, മീറ്റപ്പ്. ഒരുപാട് പേരെ കാണാം, പരസ്പരം പരിചയപ്പെടാം. ഒരുപാട് പേരെ നമുക്ക് എന്താ വെച്ചാൽ ഇൻസ്പയർ ചെയ്യും. എല്ലാവരുടെയും ഒരു മീറ്റപ്പും കൂടിയാണത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ പ്രോഗ്രാം മാത്രമല്ല, ഒരു മീറ്റപ്പും കൂടിയാണ്. സോ കം ടു ദ പ്രോഗ്രാം ആൻഡ് ലെറ്റ്സ് ഹാവ് എ ബ്ലാസ്റ്റ്. ലൈവ് മെഡിറ്റേഷൻസ്, തെറാപ്പീസ്, സംഗതികൾ, ഒരുപാട് ക്ലാസ്സുകൾ, ചിരിക്കാനുള്ള ഒരുപാട് രസങ്ങൾ, മൊമെന്റുകൾ, മുഹൂർത്തങ്ങളൊക്കെ സമ്മാനിച്ച് ലവ് കൊടുത്ത് നല്ല ഹെൽപ്പ് കൊടുത്തിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിബഡി. Thank you, sir.